Today we are going to start with a new unit, that is Social and Economic Development of India. Before I start with this is mainly a comparison. We will be having a lot of comparisons, a framework for international comparison. Poverty, unemployment, അതുപോലെ തന്നെ പെർ ക്യാപിറ്റൽ ഇൻകം, ഇന്ത്യയുടെ ഇതെല്ലാം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടു. ഇത് നമ്മൾ മറ്റ് രാജ്യങ്ങളായിട്ട് നമ്മൾ കമ്പാരിസൺ ആണ് ഈ മോഡ്യൂളിൽ കംപ്ലീറ്റ് പറയുന്നത്. കമ്പാരിസൺ വിത്ത് അതർ ഡെവലപ്ഡ് ഇക്കോണമീസ്, ഞാൻ നിങ്ങളുടെ അടുത്ത് നേരത്തെ ആദ്യം ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നമ്മളുടെ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെറിയ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്ത് വേഗം അങ്ങോട്ട് പോകാം. നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. മനസ്സിലായോ? ആദ്യമായിട്ടുള്ളത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ദോസ് ഹു ആർ റൈറ്റിംഗ് അല്ലെങ്കിൽ ദോസ് ഹു ആർ നോട്ട് സീൻ ദ പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, നമ്മളുടെ 3 മണിക്കൂറത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനകത്ത് ആദ്യം 4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ആ 4 ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഏതെങ്കിലും 2 എണ്ണം എഴുതണം. 20 മാർക്ക് വെച്ചാണ്. ഇപ്പോൾ 2 എണ്ണം എഴുതുമ്പോൾ നമുക്ക് 40 മാർക്ക് കിട്ടും. മനസ്സിലായോ? അതിനുശേഷം പിന്നെ രണ്ടാമത് ബി സെഷൻ ഉണ്ട്. അത് 200. ആദ്യത്തേത് മിനിമം 500 വേർഡ്സ് വേണം. ഓക്കെ. രണ്ടാമത്തേത് മിനിമം 250 വേർഡ്സ് വേണം. പക്ഷെ മാർക്ക് അലോട്ട് ചെയ്യുന്നത് 12 മാർക്കാണ്. 5 എണ്ണം തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതെങ്കിലും 3 എണ്ണം എഴുതണം. ഇനി മൂന്നാമത് അറ്റംപ്റ്റ് ഓൾ ദ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തേത് 5 എണ്ണം തന്നിട്ട് അതിൽ നിന്ന് 3 എണ്ണം എഴുതണം. അത് 3 മാർക്ക് വെച്ചാൽ 3 15. അതുപോലെ തന്നെ അടുത്തതും 5 എണ്ണം തന്നിട്ട് എനി 3 എഴുതുക. അതിന് ഇതുപോലെ തന്നെ 3 മാർക്ക് വെച്ച് തന്നിട്ടുണ്ട്. 5 15. അങ്ങനെ 40 പിന്നെ 36, അതേപോലെ തന്നെ 30, അങ്ങനെ 15 ഇങ്ങനെയാണ് നമുക്ക് മാർക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാം. മനസ്സിലായോ? ഞാൻ ഓരോ പ്രാവശ്യം ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് നോട്ട് ദിസ് പോയിന്റ്, ഈ ഒരു കാര്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം, അതായത് എന്താണ്, ടേം ആൻഡ് എക്സാമിനേഷൻ December 22 കഴിഞ്ഞ ടേമിൽ ചോദിച്ചതാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഡിഫറെന്റ് അപ്രോച്ചസ് ടു ഡെവലപ്മെന്റ്. ആദ്യം തന്നെ എടുത്തപ്പോൾ തന്നെ പറഞ്ഞു ഡിഫറെന്റ് അപ്രോച്ചസ് എന്താണ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത്, വാട്ട് ആർ ദ ഡിസ്ക്രൈബ് ദ ട്രെൻഡ്സ് ഇൻ ദ സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓവർ ദ പീരിയഡ് ഓഫ് ടൈം. സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ, പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേഴ്സറി സെക്ടർ, നമ്മൾ കഴിഞ്ഞ ദിവസം എടുത്ത പോർഷനാണത്. അപ്പോൾ വാട്ട് ഈസ് ദ ട്രെൻഡ്സ് ഇൻ സെക്ടറൽ ഡിസ്ട്രിബ്യൂഷൻ, ഏകദേശം സ്റ്റാഗ്നന്റ് ആയിട്ട് നിന്ന് അതിനുശേഷം ടേഴ്സറി സെക്ടറിന്റെ പിന്നെ ഗണ്യമായിട്ടുള്ള ഒരു വർധന വന്നു. അതിൻ്റെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ വാട്ട് ഈസ് എക്സ്പ്ലെയിൻ ദ അപ്രോച്ച് അഡോപ്റ്റഡ് ഇൻ ഇന്ത്യ ടു മെഷർ പോവർട്ടി മെഷർ ചെയ്യാൻ പല ഇത് വന്നിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പോവർട്ടി മെഷർ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് പോവർട്ടി ഇന്ന രീതിയിൽ കൊണ്ട് മെഷർ ചെയ്യാം. പക്ഷേ ഇന്ത്യയിൽ നമ്മൾ കാലോറി ഇൻടേക്കിന്റെ അടിസ്ഥാനത്തിലുണ്ട്. 2400, 2090 കാലറീസ്. 2090 കാലറീസ് റൂറൽ ഏരിയാസിൽ, 2400 കാലറീസ് പിന്നെ അർബൻ ഏരിയയിൽ. കാരണം നമ്മൾ പറഞ്ഞു അർബൻ ഏരിയയിൽ ഫിസിക്കൽ പിന്നെ എക്സർഷൻ വളരെ കുറവാണ്. കാരണം ഈ ഫാൻ്റെ അടിയിലിരുന്ന് എന്തെങ്കിലും ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവരാണ്. നേരെ മറിച്ച് ഗ്രാമപ്രദേശത്തുള്ളവർക്ക് ഫിസിക്കൽ ലേബർ ഭയങ്കര കൂടുതലാണ്. സോ ദേ നീഡ് മോർ എനർജി. അതാണ് അവരുടെ കാലറി ഇൻടേക്ക് കൂടുതലായിരിക്കണം. എക്സാമിൻ ദ കൺസെപ്റ്റ് ഓഫ് സെക്ടറൽ ഡൈവേർജൻസ് ഇൻ ഇനീക്വാലിറ്റി. ഓരോ സെക്ടറിലും ഇനീക്വാലിറ്റി, സെക്ടറൽ ഡൈവേർജൻസ് ഇൻ ഇനീക്വാലിറ്റി. മനസ്സിലായോ? ഗ്രോത്ത് വിത്ത് ഈക്വിറ്റി 1ാം പഞ്ചവത്സര പദ്ധതിയിൽ തൊട്ട് നമ്മൾ ഈ റീസെന്റ് ആയിട്ടുള്ള നമ്മളുടെ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകളൊക്കെ എല്ലാം പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിൽ പല രാജ്യങ്ങളിലും, ഡെവലപ്ഡ് രാജ്യങ്ങളിലും ഡെവലപ്പിംഗ് രാജ്യങ്ങളിലും പല രാജ്യങ്ങളിലും ഗ്രോത്ത് ഉണ്ട്. പക്ഷേ ദ ടോപ്പ് 10% ഓഫ് ദ പോപ്പുലേഷനാണ് ഇതിന്റെ മേജർ ഷെയറും എൻജോയ് ചെയ്യുന്നത്. നേരെ മറിച്ച് ബാക്കി 90% ആളുകളും ദേ ആർ ലെഫ്റ്റ് വിത്ത് എ സ്മോൾ എമൗണ്ട് ടു ഷെയർ. അപ്പോൾ ഗ്രോത്ത് ഉണ്ട്, പക്ഷേ ഈക്വിറ്റിയിലെ സമത്വമില്ല. ഗ്രോത്ത് ഉണ്ടാകും തോറും പിന്നെ ഇനീക്വാലിറ്റി വളരെയധികമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് 4 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ എഴുതി വെച്ചാൽ മതി. ഇനി രണ്ടാമതായിട്ട് പറയുകയാണ്, അറ്റംപ്റ്റ് എനി 3 ക്വസ്റ്റ്യൻസ് ഇൻ അബൌട്ട് 250 വേർഡ്സ്. ഓക്കെ, 3 × 10 അപ്പോൾ നമ്മൾ 10 മാർക്ക് തരുള്ളൂ. എത്ര എഴുതിയിട്ടുണ്ടെങ്കിലും 10 മാർക്കിൽ കൂടുതൽ തരൂല. പക്ഷെ മിനിമം 250 വേർഡ്സ് ഉണ്ടാകുകയും വേണം.
ഔട്ട്ലൈൻ ദ ഒബ്ജക്റ്റീവ്സ് ആൻഡ് അച്ചീവ്മെന്റ്സ് ഓഫ് നാഷണൽ കുറെ പോയിന്റുകളായിട്ട് എന്യൂമറേറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞത് നാഷണൽ എക്കണോമിക് പോളിസിയാണ്. അത് വായിച്ചെടുത്തേച്ചാൽ മതി, ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞാൽ നിങ്ങൾ, കാരണം അത് ഓരോന്നിനും എടുക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനു മുമ്പ് നമ്മൾ എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർ ഒരു സമ്മറി ആയിട്ട് കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അത് ഞാൻ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഔട്ട്ലൈൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഹെൽത്ത് പ്രാക്ടീസസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഹെൽത്ത് പ്രാക്ടീസ്. പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട്, മനസ്സിലായോ? അതേപോലെ തന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് നമുക്കറിയാമല്ലോ, കൂടുതൽ ആളുകൾ ഇപ്പോൾ ഈ സ്വകാര്യ ഹോസ്പിറ്റലിൽ ആശ്രയിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് തന്നെ കൂടുതലായിട്ട് പണം ചെലവാക്കുകയും ചെയ്യുന്നത്. ദാറ്റ് ഈസ് നോൺ ആസ് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സോ ഔട്ട്ലൈൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഹെൽത്ത് പോളിസീസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ. പിന്നെ അടുത്തത് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻകം ഇനീക്വാലിറ്റി ആൻഡ് കൺസംപ്ഷൻ ഈക്വാലിറ്റി. വരുമാനത്തിലുണ്ടായിട്ടുള്ള പിന്നെ ഇനീക്വാലിറ്റിയും അതുപോലെ തന്നെ കൺസംഷനിലും ഉണ്ടാകുന്ന ഇനീക്വാലിറ്റിയുടെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ബിക്കോസ് ദേ ഡോണ്ട് ഗെറ്റ് എനഫ് മണി. Because they don't get enough money to actually, they don't get enough money to purchase various goods and services that is necessary to maintain their life. ഒരു ഗുഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഔട്ട്ലൈൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഹെൽത്ത് പോളിസീസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ഇന്ത്യ. പിന്നെ ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഇൻകം ഇനീക്വാലിറ്റി ആൻഡ് കൺസംപ്ഷൻ ഇനീക്വാലിറ്റി. ഇൻകത്തിലും വ്യത്യാസം ഇനീക്വാലിറ്റി ഉണ്ട്, കൺസംപ്ഷനിലും. കാരണം കൺസംപ്ഷനിൽ ഇനീക്വാലിറ്റി ഉണ്ടാകാനുള്ള കാരണം ഇൻകത്തിലും ഉണ്ടാകുന്ന ഇനീക്വാലിറ്റിയാണ്. അപ്പോൾ രാജ്യത്തിന് വളർച്ചയുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, പെർ ക്യാപിറ്റ ഇൻകം മാത്രം വളർന്നത് കൊണ്ട് രാജ്യത്തിന് വളർച്ചയുണ്ട്. ബട്ട് ഹൗ ഫാർ ഇറ്റ് ഈസ് ബീങ് ഷെയർഡ് among the people, particularly the lower strata of the society. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഗ്രോത്ത് വിത്ത് ഇക്വിറ്റി, ഗ്രോത്ത് വിത്ത് ജസ്റ്റിസ്, ഇവിടെയൊക്കെ ഇതെല്ലാം എവിടെയെങ്കിലൊക്കെ എഴുതി ചേർക്കണം. ഇതൊക്കെ നല്ല ഫ്രേസാണ്, ഈ ബുക്കിൽ നല്ല ഫ്രേസാണ്. ദാറ്റ് ഹാസ് ബീൻ അവർ എയിം ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് എവറി ഡെവലപ്മെന്റ് ഓഫ് പിന്നെ പ്ലാൻസ് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. 1951 തൊട്ട് നമ്മൾ ഇവിടെ പഞ്ചവത്സര പദ്ധതികളൊക്കെ തുടങ്ങിയപ്പോഴും അവിടെ ലക്ഷ്യം ഇത് തന്നെയായിരുന്നു. എന്താണ്? What is it? We have to, we need growth, but our growth has to be accompanied by equity, means ഇനീക്വാലിറ്റി പരമാവധി ഒഴിവാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഗ്രാമത്തിലൊക്കെ കൂടുതൽ ഇനീക്വാലിറ്റി ഉണ്ടായിട്ട് സമഗ്ര ഗ്രാമവികസന പദ്ധതികൾ ധാരാളമായിട്ട് തുടങ്ങിയിട്ടുണ്ട്, ഇല്ലേ? തൊഴിലുറപ്പ് പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട്, ഫുഡ് ഫോർ വർക്ക് ഇതൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം ലക്ഷ്യം എന്താണ്? ഇനീക്വാലിറ്റി, കൺസംഷൻ ഇനീക്വാലിറ്റി കുറക്കുക, അതുപോലെ തന്നെ ഇൻകം ഇനീക്വാലിറ്റി കുറക്കുക. ദെൻ ഔട്ട്ലൈൻ ദ കൺസെപ്റ്റ് ഓഫ് ഇൻഫോർമൽ എക്കോണമി. ഞാൻ പറഞ്ഞില്ലേ, ഫോർമൽ എക്കോണമി ഉണ്ട്, ഇൻഫോർമൽ എക്കോണമി ഉണ്ട്. അതിന് മുമ്പ് നമ്മൾ ഇതിനെ പറഞ്ഞെന്ന് വെച്ചത് അണ്ടർ ഡെവലപ്ഡ് എക്കോണമി ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടറും ഓർഗനൈസ്ഡ് സെക്ടറും. ഇപ്പോൾ അതിന് പുതിയൊരു പേരാണ് ഇത് വന്നിരിക്കുന്നത്, ഇൻഫോർമൽ എക്കോണമി, അതുപോലെ തന്നെ ഫോർമൽ എക്കോണമി. ഫോർമൽ എക്കോണമിയെ നമ്മൾ പറഞ്ഞത് ഓർഗനൈസ്ഡ് സെക്ടർ. ഓർഗനൈസ്ഡ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എല്ലാവർക്കും ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും എല്ലാം കിട്ടുമ്പോൾ ഓർഗനൈസ്ഡ് സെക്ടറിൽ തന്നെ ജോലി ചെയ്യുന്ന മറ്റു ചില ആളുകളുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു, ബാങ്കിലൊക്കെ ക്ലീനിങ്ങിനൊക്കെ പോകുന്ന ആളുകളുണ്ടാവും. ബാങ്ക് മറ്റേ ഗവൺമെന്റ് ഓഫീസൊക്കെ ക്ലീൻ ചെയ്യുന്നവരുണ്ടാവും. അവർക്ക് ഇതുപോലെ ശമ്പളവും ഇതൊന്നും കൊടുക്കുന്നില്ല, അവർക്ക് ഡെയിലി വേജസും കൊടുത്താണ് വിടും. പക്ഷെ ദേ ആർ വർക്കിംഗ് ഇൻ ദ ഫോർമൽ സെക്ടർ അല്ലെങ്കിൽ ഓർഗനൈസ്ഡ് സെക്ടർ, ബട്ട് ദേ ആർ ആക്ച്വലി ഗെറ്റിംഗ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഓൺലി ദ ഇൻഫോർമൽ വർക്കേഴ്സ്. എന്താ കൺസെപ്റ്റ് ഓഫ് ദ ഇൻഫോർമൽ എക്കോണമി. അടുത്തത് റൈറ്റ് എ നോട്ട് ഓൺ ദ കമ്പാരിറ്റീവ് ഇക്കണോമിക് ഗ്രോത്ത് പ്രൊഫൈൽ ഇൻ ഇന്ത്യ വിത്ത് അതർ കൺട്രീസ് ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് കമ്പാരിസൺ ആണ്. കമ്പാരിസൺ ഇറ്റ് ഈസ് വെരി വെരി, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഡേറ്റ ആണ് തന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ എന്ത് ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിലും, ചില ഡേറ്റ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും എക്സാമിനർ ചിലപ്പോൾ അത് ബുക്ക് റെഫർ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെക്കുന്ന ഡേറ്റ തെറ്റാണെങ്കിൽ പിന്നെ അതിനകത്ത് ഒട്ടും മാർക്ക് തന്നെ കിട്ടില്ല. കമ്പാരിസൺ, വി ആർ ഓൾവേസ് കമ്പാരിസൺ വിത്ത് ഹെൽത്ത്, പോവർട്ടി, പിന്നെ എഡ്യൂക്കേഷൻ, സോഷ്യൽ ഡെവലപ്മെന്റ്, ഇതെല്ലാം ഇന്ത്യയും മറ്റ് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളെയൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ്. ഈവൻ സം ഡെവലപ്ഡ് രാജ്യങ്ങളായിട്ട് പോലും നമ്മൾ അത് അവരായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ്. ഇനി ഷോർട്ട് നോട്ട്സ് ആണ് കേട്ടോ. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എനി ത്രീ ഓഫ് ദ ഫോളോയിങ്. വാട്ട് ഈസ് ഇറ്റ്? ഗവർണൻസ് ആൻഡ് ഗുഡ് ഗവർണൻസ്. എന്താണ് ചില സംസ്ഥാനങ്ങളിലൊക്കെ അല്ലെങ്കിൽ കേന്ദ്രത്തിലൊക്കെ ഭരണം മാറി വരുന്നതിന്റെ കാര്യം എന്താണ്? അതിനെ പറഞ്ഞത് ആന്റി ഇൻകംബൻസി. ഭരണ സമയത്തുണ്ടാകുന്ന
പിന്നെ പോരായ്മകൾ ജനങ്ങൾ മുതലെടുക്കണേ. അപ്പോൾ അവർ ഗവൺമെന്റിനെ അവർ മാറ്റിക്കളി. മനസ്സിലായോ? പിന്നെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭരണഘടനയിൽ ഒരു കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് നമ്മുടെ പ്രിയാമ്പിൾ കഴിഞ്ഞിട്ട് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പിന്നെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ, ഫണ്ടമെന്റൽ റൈറ്റ്സും ഇതെല്ലാം പിന്നെ ഒരു ഗവൺമെന്റ് നമുക്ക് പ്രാധാന്യം തന്നില്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഗവൺമെന്റിനെതിരായിട്ട് നമുക്ക് വേണമെങ്കിൽ കോടതിയിൽ പോകാം. അവർക്കെതിരായിട്ട് നമുക്ക് എന്തെങ്കിലും ശിക്ഷണ നടപടി അവർക്കെതിരായിട്ട് സ്വീകരിക്കാനായിട്ട് ഗവൺമെന്റ് നിർബന്ധിതരാകും. നേരെ മറിച്ച് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് എന്താണ് നല്ല കാര്യങ്ങൾ ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാതെ ഇരിക്കേണ്ടത്, ഇതെല്ലാം ഇങ്ങനെ സൂചിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. ഡയറക്ഷൻ, നിർദ്ദേശങ്ങൾ, മാർഗനിർദ്ദേശ തത്വങ്ങളാണ് അത് പറയുന്നത്. അപ്പൊ അത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അത് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ, നല്ല പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം ഗവൺമെന്റ് അവർക്ക് വോട്ട് ചെയ്യില്ല. ഇതാണ് ഇവിടെ ഇപ്പൊ കർണാടകത്തിൽ സംഭവിച്ചത്. വലിയൊരു അട്ടിമറിയാണ് അവിടെ നടന്നത്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്കറിയാം എന്താ കാരണം എന്നുള്ളത്. പ്രതിപക്ഷം പറഞ്ഞത് ഒരു കാര്യമാണ്, മറ്റേ പറഞ്ഞത് വേറൊരു കാര്യമാണ്. പക്ഷെ ഉപഭോക്താക്കൾക്കറിയാം, ജനങ്ങൾക്കറിയാം, പ്രജകൾക്കറിയാം എന്താണ് അവിടെ നടന്നത് അല്ലെ. ഓരോ ഗവൺമെന്റും ഓരോ പാർട്ടികളും അവർക്ക് വിജയം കിട്ടാനായിട്ട് ഇലക്ഷൻ സമയത്ത് പല സ്റ്റണ്ട് ഒഴിക്കും. 40% കമ്മീഷൻ ഗവൺമെന്റ് എന്നാ, അല്ലെങ്കിൽ 20% കമ്മീഷൻ ഗവൺമെന്റ് എന്നാ, അപ്പൊ ഇവിടെ പറഞ്ഞ 80% കമ്മീഷൻ ഗവൺമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ജനങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടാവും. പറഞ്ഞു മനസ്സിലായി? അത് ജനങ്ങൾ. അപ്പൊ ഗവർണൻസ് മീൻസ് ഭരണം. Good governance is something else that will look after the welfare of the maximum number of people. അതാണ് പബ്ലിക് പോളിസിയിൽ നമ്പർ 1 വരേണ്ടത്. മനസ്സിലായോ? ഏത് ഒരു പ്രൊജക്ട് നടപ്പിലാക്കുമ്പോഴും it should be concerned about the welfare of the maximum number of people. It should reach, all the benefits of that project should percolate particularly to the lower strata. അല്ലാണ്ട് ബെനിഫിറ്റ്സ് കിട്ടിയിട്ടെങ്കിൽ ഇഫ് എവറിത്തിങ്, ഞാൻ പറഞ്ഞില്ലേ ബാങ്ക് ലോൺ കൊടുക്കുന്നത്, എത്ര പുവർ ഫാമിലിന്ന് ബാങ്ക് ലോൺ എടുക്കാൻ സാധിക്കും? ബാങ്കുകൾ ലോണൊക്കെ കൊടുക്കുന്ന 2000 നോട്ട് മാറാൻ വേണ്ടി അത് പറഞ്ഞു ഒരു കുഴപ്പമില്ല, ആരും ഐഡിയ കാണിക്കണ്ട. ഓരോ ബാങ്കിൽ ചെന്നപ്പോൾ അവർ നിബന്ധനകൾ വെച്ചു. ചില ബാങ്കുകൾ പോലും കമ്മീഷൻ പോലും ചോദിച്ചു. മനസ്സിലായോ? പറയുന്ന കാര്യമൊന്നും നടപ്പിലാക്കുന്ന കാര്യമൊന്നും. അപ്പൊ ഗവർണൻസ് ഭരണമാണ്, അത് വളരെ നല്ല ഭരണമുണ്ട്. ഒരു നല്ല ഭരണം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് ജനങ്ങൾക്ക് തോന്നി. കാരണം ജനങ്ങളാണ് ഈ കഴുത എന്ന് പറയുന്നത്. നമ്മളെ പൊതുജനം കഴുതയാണ്. കാരണം നമ്മളാണ് പോയി വോട്ട് ചെയ്യുന്നത്. ആ വോട്ട് ചെയ്തിട്ട് നമ്മൾ തന്നെ അതിന്റെ ഭവിഷ്യത്ത് സ്വീകരിക്കുക. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഗവർണൻസ് ഉണ്ട്, ഗുഡ് ഗവർണൻസ് ഉണ്ട്. ദെൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് എടുത്തപ്പോ തന്നെ രണ്ടാമത്തെ മോഡ്യൂൾ എടുത്തപ്പോ തന്നെ വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഞാൻ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറഞ്ഞാണ്. ദെൻ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ഇതൊക്കെ ഈ അടുത്തെടുത്താണ്. ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ റോഡ്, എയർവേസ്, വാട്ടർവേസ്, അതുപോലെ തന്നെ റെയിൽവേസ്, ഇതെല്ലാമാണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. നേരെ മറിച്ച് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ മീൻസ് ആരോഗ്യം, പൊതുജനാരോഗ്യം, പൊതുവിദ്യാഭ്യാസം, വിച്ച് വിൽ ലീഡ് ടു ദ ഹ്യൂമൻ ഡെവലപ്മെന്റ്, ഹ്യൂമൻ ഗ്രോത്ത്, ഹ്യൂമൻ ക്യാപിറ്റൽ. ഇതാണ് ഈ പറഞ്ഞത്. നമ്മൾ പറയുന്നത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഇവിടെ ഇതുപോലെ തന്നെ. ഹ്യൂമൻ ക്യാപിറ്റൽ മീൻസ് നല്ല ആരോഗ്യമുള്ളവർ, നല്ല വിദ്യാഭ്യാസം ഉള്ളവർ. That will culminate into human capital. Education is a human capital. The expenditure that we spend for education leads to human development അല്ലെങ്കിൽ human capital. അത് നിക്ഷേപം നടത്തുന്നത് ക്യാപിറ്റലാണ്. അതിന്റെ ഗുണം നമുക്ക് കിട്ടുന്നത് ഇന്നല്ല, നാളെ ആയിരിക്കും. വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പൈസ, ഇന്ന് 1ാം ക്ലാസ്സിലെ കുട്ടിയെ ഞാൻ ഇത്രയും പൈസ ഇതാക്കിയിട്ട് ചില പേരൻസ് ഒക്കെ നേരത്തെ പറയുന്നുണ്ടെങ്കിൽ, എടാ ഞാൻ ഇത്രയല്ലേ പഠിച്ചിട്ടില്ല, എന്നിട്ട് ഞാൻ ഈ നിലയിൽ എത്തിയില്ല, നീ ഇത്ര നാൾ കിടന്ന് പഠിച്ചിട്ട് നിനക്ക് നീ എന്തുണ്ടാക്കാൻ പോകുന്നു? ദ ബെനിഫിറ്റ്സ് വിൽ നോട്ട് റീപ്പ് ഇമ്മീഡിയറ്റ്ലി. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ കിട്ടുകയുള്ളൂ. ഒരു ചെടി നട്ട് ആ ചെടി വലുതാകണം. വലുതാകുമ്പോൾ അതിന് കായ ഉണ്ടാവും. അപ്പോഴേ നമുക്ക് അതിൻ്റെ ആ കായ് ഫലം നമുക്ക് അനുഭവിക്കാനായിട്ട് പറ്റും. സെയിം തിങ് ഇസ് ജസ്റ്റ് ലൈക്ക് ഒരു പ്ലാന്റ് നമ്മൾ നട്ട് വെള്ളം നനച്ച് വളമിട്ട് നമ്മൾ എടുത്ത് കഴിയുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഫലം നമുക്ക് കിട്ടാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ്. ദെൻ പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ് കെയർ നീഡ്സ്. പ്രിവെന്റീവ് മനസ്സിലായി, അസുഖം വരാതെ. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത് പ്രിവെൻറ്റ് ചെയ്യുക. ഇപ്പം പറഞ്ഞില്ലേ, പേപ്പറിലൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും, ഈ മഴക്കാലം വരാൻ പോവുകയാണ്, മഴക്കാല അസുഖങ്ങളൊക്കെ തന്നെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. പനിയുടെ ക്ലിനിക്കുകൾ പല പ്രൈമറി ഹെൽത്ത് സെൻ്ററിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ദാറ്റ് ഈസ് എന്തിനു വേണ്ടിയിട്ടാണ്? മഴക്കാലം ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, തുടങ്ങിക്കഴിയുമ്പോൾ കൂട്ടത്തോടുകൂടി ആളുകൾക്ക് പനി അസുഖങ്ങളൊക്കെ വരും. അതില്ലാതിരിക്കാനായിട്ട് കാണുകളൊക്കെ വൃത്തിയാക്കുക. ഇതെല്ലാം പ്രിവെൻറ്റീവ് മെഷേഴ്സാണ്. കാണുകൾ വൃത്തിയാക്കുക, അടുത്തുള്ള ചെറിയ ചെറിയ ചെടികളും കുറ്റിച്ചെടികളൊക്കെ ഇതാക്കുക, കൊതുകിനെ നശിപ്പിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ ജനങ്ങളുടെ പൊതുജന ആരോഗ്യം അതനുസരിച്ച് ഗണ്യമായിട്ട് വർദ്ധിക്കുകയും ചെയ്യും. ഓക്കെ, ഇത്രയും നേരം നമ്മൾ എടുത്തതിനകത്ത് ഒരു കാര്യവും നമ്മൾ എടുക്കാത്ത പോർഷൻ ഇല്ല. ഇനിയുണ്ട് 2 മോഡ്യൂൾ എടുക്കാനായിട്ട്. ഇനി നമ്മൾ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റ് എടുക്കാനുണ്ട്. ഇനിയുണ്ട് 2 മോഡ്യൂൾ എടുക്കാൻ. ഇത്രയും നേരം നിങ്ങൾ പറഞ്ഞ് ഞാൻ പഠിപ്പിച്ച കാര്യമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് നോക്കിക്കോ, CWC ഓഫ് എംപ്ലോയ്മെന്റ്. വാട്ട് ഈസ് CWC? കറണ്ട് വീക്കിലി സ്റ്റാറ്റസ്. ഒരാഴ്ചയിൽ ഒരാൾക്ക് എത്ര മാത്രം ജോലി കിട്ടുന്നത്, അതിനെ പറഞ്ഞ കറണ്ട് വീക്കിലി സ്റ്റാറ്റസ് ഇന്നലെ നമ്മൾ എടുത്തതാണ്. ദെൻ ഇൻക്ലൂസീവ് ഗ്രോത്ത്, മനസ്സിലായി, ഗ്രോത്ത് വിത്ത് ഇക്വിറ്റി ഇന്നലെ നമ്മൾ എടുത്തതാണ്. ദെൻ ജങ്ക് ഗ്രേഡ് ഡെറ്റ്, ഇത് അടുത്ത മോഡ്യൂളിലുണ്ടാവും. ജങ്ക് ഗ്രേഡ് ഡെറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത മോഡ്യൂളിൽ ഉണ്ടാവുള്ളൂ. അതായത് നമ്മളുടെ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് എടുക്കുമ്പോൾ ജങ്ക് മോഡ്യൂള് ഗ്രേഡ് ഡെറ്റ് എന്ന് പറഞ്ഞു. ബാക്കി എടുത്തു. അടുത്തത് മിക്സഡ് എക്കോണമി പഠിപ്പിക്കുന്ന പോവർട്ടി ഗ്യാപ്പ് ഇൻഡെക്സ്, അത് ഞാൻ പഠിപ്പിച്ചതാണ്. ഇനി അതിനകത്ത് നിങ്ങൾക്ക് ആകെ ഞാൻ ഇത്രയും നാൾ ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് പഠിപ്പിച്ചിട്ട് ഈ പഠിപ്പിക്കാത്തതിനകത്ത് വന്നിരിക്കുന്ന ഒരേ ഒരു ചോദ്യം 3 മാർക്കിന്റെ ചോദ്യമാണ്. ദാറ്റ് ഈസ് എന്താണ്? ജങ്ക് ഗ്രേഡ് ഡെറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരേ ഒരു ചോദ്യം. അതിനകത്ത് ദൈവം അനുഗ്രഹിച്ച് ചോയ്സും ഉണ്ട്. 5 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്, അതിനകത്ത് 3 എഴുതി വെച്ചാൽ മതി. അപ്പൊ 4 ഞാൻ പഠിപ്പിച്ചതാണ്. ആകെ ഞാൻ പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് ഈ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് വരാത്തത് ഒരേ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അതും അതിനകത്ത് കുറെ ചോയ്സ് ഉണ്ട്. അപ്പൊ നമുക്കിനി നമ്മളുടെ ഇത് നോക്കാം. ഐ ഹോപ്പ് ഇത്രയും നേരം നമ്മൾ ചെലവാക്കിയത് കൊണ്ടും എനിക്ക് തോന്നുന്നത് അത് നഷ്ടമായിട്ട് തോന്നില്ല. സോഷ്യൽ ആൻഡ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് ഇന്ത്യ നമുക്കറിയാം, റൈറ്റ് ഫ്രം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം പിന്നെ ഈ കോളനൈസേഷൻ, മനസ്സിലായോ? ബ്രിട്ടൻ വാസ് റൂളിങ് ദ എൻറ്റയർ വേൾഡ് ഒരു സമയത്ത്. ഈവൻ ഇന്നത്തെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ട് രാജ്യമായിട്ടുള്ള അമേരിക്ക പോലും ഒരു സമയത്ത് ബ്രിട്ടന്റെ കോളനിയിലായിരുന്നു. അപ്പോൾ കോളനൈസേഷനൊക്കെ ഏകദേശം അവസാനിച്ച് 1947 ഇപ്പം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം എന്താണെന്ന്? എത്രയും വേഗം അവരുടെ രാജ്യങ്ങളെ ഡെവലപ്മെന്റ്, ദാറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ അച്ചീവിങ് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്. ഇപ്പം രാജ്യത്തിന് എങ്ങനെയെങ്കിലും പുരോഗതിയാണ് ഇനി ലക്ഷ്യം. എന്തിനാണ്? കാരണം ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നത്, ടു ഹാവ് എ ബെറ്റർ ലിവിങ് സ്റ്റാൻഡേർഡ്സ് കണ്ടീഷൻസ് ഫോർ ദ പീപ്പിൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവര് പ്രധാനമായിട്ട് അവരെടുക്കുന്നത് ദ ടാർഗറ്റ്സ് ഓഫ് അച്ചീവിങ് ഡെവലപ്മെന്റ് വർ സെറ്റ് ഇൻ ടേംസ് ഓഫ് ഗ്രോത്ത് റേറ്റ്സ് ഇൻ നാഷണൽ ഇൻകം. അതിനകത്ത് ഗ്രോത്ത് റേറ്റ്സ് ഇൻ നാഷണൽ ഇൻകത്തിന് അവർ ഏറ്റവും ആദ്യമായിട്ട് അവർ എളുപ്പത്തിൽ പിന്നെ ജനങ്ങളുടെ ജീവിത നിലവാരം കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എളുപ്പത്തിൽ കണ്ട മാർഗമാണ് ദ ലെവൽസ് ഓഫ് ഡെവലപ്മെന്റ് ഓഫ് കൺട്രീസ് വാസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ദ ലെവൽ ഓഫ് പെർ ക്യാപിറ്റ ഇൻകംസ്, ആളോഹരി വരുമാനം. ഇവിടെ ഇതൊരു മിത്താണത്, മനസ്സിലായത്? നിങ്ങൾ പറഞ്ഞു വരാൻ പോകുന്ന കാര്യം ആളോഹരി വരുമാനം. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്ത്യയിൽ ശരാശരി ഒരാൾക്ക് 20,000 രൂപ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇന്ന് ജനിക്കുന്ന കുട്ടിയും ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ. മനസ്സിലായോ? പ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലെ ആളുകൾക്ക് കിട്ടുന്ന വരുമാനമല്ല, 16 തൊട്ട് 54 വയസ്സ് വരെ കിട്ടുന്ന ആളുകളുടെ വരുമാനമില്ല. 1ാം ക്ലാസ്സിൽ ഒരു വയസ്സിൽ ഒരു ദിവസം പ്രായമുള്ള കുട്ടി പോലും ആൻഡ് യു നോ ദാറ്റ് പെർ ക്യാപിറ്റ ഇവർക്കൊന്നും 20,000 രൂപ കിട്ടണമെന്നില്ല. അപ്പൊ പെർ ക്യാപിറ്റ ഇൻകം ഒരു മിസ്നോമറാണ്. പക്ഷെ വേറെ യാതൊരു മാർഗമില്ല. ഇപ്പോൾ മറ്റു രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡെവലപ്മെന്റിനായിട്ട് നമ്മൾ ഒരു രാജ്യത്തിന് മറ്റു രാജ്യമായിട്ട് അളക്കുമ്പോൾ പെർ ക്യാപിറ്റ ഇൻകമാണ്. അപ്പോൾ മെഷറിംഗ് ദ ഡെവലപ്മെന്റ് ഇൻ പെർ ക്യാപിറ്റ ഇൻകം ഹെൽപ്ഡ് ഇൻ ഡിഫറൻഷിയേറ്റിംഗ് കൺട്രീസ് ഫ്രം ഡെവലപ്പ്. അപ്പോൾ ഒരു രാജ്യം ഡെവലപ്ഡ് ആണോ ഡെവലപ്പിംഗ് ആണോ? ഹൈലി ഡെവലപ്ഡ് ആണ്. അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ അതുപോലത്തെ ഉള്ള രാജ്യങ്ങൾ, ഓസ്ട്രേലിയ അതുപോലത്തെ രാജ്യങ്ങളെ പോലെ ഡെവലപ്ഡ് ആണോ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ആണോ നമുക്ക് പെർ ക്യാപിറ്റ കമ്പയർ ചെയ്ത് സാധിക്കും. നമുക്ക് ഇതായിരിക്കും. പിന്നെ ഐഡന്റിഫൈ ദ ഫൈനാൻഷ്യൽ അസറ്റ്സ്. ഇപ്പൊ ഏതെങ്കിലും ഒരു രാജ്യത്തിൽ പെർ ക്യാപിറ്റ ഇൻകം മോശമാണെങ്കിൽ നമുക്ക് ഇവിടെ മൾട്ടിലാറ്ററൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. വേൾഡ് ബാങ്ക്, IMF, വേൾഡ് ബാങ്ക്, IMF അല്ലല്ല, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ അല്ല,
IMFL, അത് IMFL ആണ്, ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ. ഇത് IMF, ഇന്ത്യൻ നാഷണൽ മോണിറ്ററി ഫണ്ട്. മനസ്സിലായോ? പെർ ക്യാപിറ്റ ഇൻകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ ഏത് രാജ്യത്തിന് കൂടുതൽ സഹായം കൊടുക്കണം, കൂടുതൽ വായ്പ കൊടുക്കണം, വേൾഡ് ബാങ്ക്, മനസ്സിലായോ? എല്ലാവരും ലക്ഷ്യം സാർവത്രികമായിട്ടുള്ള ജനങ്ങളുടെ ഉന്നമനമാണ്. അവിടെ പിന്നെ ഇനീക്വാളിറ്റി വർദ്ധിപ്പിച്ചിട്ട് ഒരു രാജ്യത്തിനും വളർന്നുകൊണ്ട് ആവശ്യമില്ല. ഗ്രോത്ത് വിത്ത് ജസ്റ്റിസ്, ഗ്രോത്ത് വിത്ത് ഇക്വിറ്റി, ഇതെല്ലാമാണ്. അപ്പോൾ ഈ പെർ ക്യാപിറ്റ ഇൻകം നമ്മൾ മെഷറായിട്ട് നമ്മൾ മറ്റു രാജ്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു രാജ്യം എവിടെയാണ് നിൽക്കുന്നത്, ആ രാജ്യം ഡെവലപ്ഡ് ആണോ ഡെവലപ്പിംഗ് ആണോ, അത് വളർന്നു വന്ന ഇന്ത്യ പോലത്തെ അല്ല. ഇന്ത്യ ഈസ് നൗ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഡെവലപ്പിംഗ് ഇക്കോണമി ഇൻ ദ വേൾഡ്. 2050 ആകുമ്പോൾ നമ്മളിവിടെ അഞ്ചാമത്തെ ഡെവലപ്ഡ് രാജ്യം എന്നാണ്. ഇഫ് ഇന്ത്യ വിത്തൗട്ട് എനി ജിറ്റേഴ്സ്, ഒന്നുമില്ലാതെ തടസ്സമില്ലാതെ, കാരണം തടസ്സങ്ങൾ സൃഷ്ടിക്കാം. വെറുതെ പറയുക അയൽ രാജ്യങ്ങൾക്ക് നമ്മുടെ രാജ്യമായിട്ട് ഒരു യുദ്ധം പ്രഖ്യാപിച്ചു മതി. മനസ്സിലായോ? നാരായണത്ത് പ്രാന്തന്റെ പോലെ ആയിരിക്കും. നമ്മളിവിടെ തലക്ക് ചോന്ന് ഡെവലപ്മെന്റിന് 6 ആയി, 6.2 ആയി, 6.7 ആയി, 8 ആയി, ആൻഡ് വി റീച്ച് ദ കിസിംഗ് പോയിന്റ് ഓഫ് ഡബിൾ ഡിജിറ്റ്, 10% വരെ എത്തിയതാണ്. പിന്നെ 1990 ഷൗട്ടിംഗ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞത്, അതായത് നമ്മളിവിടെ നമ്മൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ എവിടം വരെ കേൾക്കും, അത്രയും ഡിസ്റ്റൻസ് ഉണ്ടായുള്ളൂ, അവിടം വരെ വളരുന്നതാണ്. അപ്പൊ ഡിസ്റപ്ഷൻ ഉണ്ടാകാം. ഇതേപോലെ തന്നെ സുനാമി പോലത്തെ എല്ലാ ഡിസ്റപ്ഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ കൊറോണ പോലത്തെ ഡിസ്റപ്ഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ അയൽ രാജ്യത്ത് നിന്ന് പിന്നെ നമ്മുടെ ലൈൻ ഓഫ് കൺട്രോളിൽ പിന്നെ നമ്മൾക്ക് അവിടെ ചൈനക്കാരിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഡിസ്റപ്ഷൻസ് ഉണ്ടാകാം. അപ്പൊ രാജ്യത്തിന്റെ വളർച്ചക്ക് ഒരു മുരടിപ്പ് വരും. പറഞ്ഞു മനസ്സിലായി? രാജ്യത്തിന് വളർച്ച. അപ്പൊ അതുകൊണ്ടാണ് ഈ ദെർ ഈസ് നോ ജിറ്റേഴ്സ്, മറ്റ് യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ലെങ്കിൽ ഇന്ത്യ ഈസ് ഗോയിങ് ടു ബി എ സൂപ്പർ പവർ. കാരണം എന്താ? അതിന്റെ പിൻബലം എന്താണ്? ഇറ്റ് ഈസ് ദ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ്. മറക്കരുത്. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോ വെച്ച് കാച്ചണം, എഴുതണം. അങ്ങാണ് കുറെ പേപ്പറൊക്കെ വായിച്ച് ആ അറിവൊക്കെ വെച്ച് ഇന്ത്യൻ എക്കോണമിയാണ് എന്ത് എഴുതിയാലും നിങ്ങൾക്ക് അറിയാം. കാരണം വളരെ നെഗറ്റീവായിട്ടൊരു വ്യൂവിലാണ് നമ്മൾ തുടങ്ങുന്നത്. പക്ഷെ നമ്മൾ പല മേഖലകളിലും നമ്മൾ വളരെ മുൻപന്തിയിൽ എത്തിയിട്ടുണ്ട്. ഉദ്ദേശിക്കാൻ പറ്റാത്ത രീതിയിലുള്ള മുൻപന്തിയിൽ നമ്മൾ പലരും എത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ നമ്മൾ എടുത്തു കാട്ടണം. നമ്മുടെ ISROന്റെ ഒക്കെ വിജയം ഇതെല്ലാം പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു, those who are actually closely following, monitoring the development that is taking place in India, ഇതൊക്കെ മാർവലസ് ആണ്. നോ കൺട്രി ഇൻ ദിസ് ഷോർട്ട് സ്പാൻ. നമ്മൾ അധികം നാളൊന്നുമായിട്ടില്ല, ഒരു 10-80 വർഷവും 47 തൊട്ട് 40, 50, പിന്നെ 70-75 വർഷമായിട്ടുള്ള നമ്മൾ ഈ മറ്റങ്ങനെയല്ല. മറ്റു രാജ്യങ്ങളൊക്കെ നേരത്തെ തന്നെ സ്വാതന്ത്ര്യം കിട്ടിയതാണ്. ആ സമയത്ത് ആ സ്ക്രാച്ചിൽ നിന്ന് ഒരു ഗതിയില്ലാത്ത സ്ഥലത്ത് നിന്ന് നമ്മൾ വി ഹാവ് ബിക്കം വൺ ഓഫ് ദ സൂപ്പർ പവേഴ്സ്. അധികം നാളൊന്നും വേണ്ട, ഇന്ത്യ ഈസ് ഗോയിങ് ടു ബിക്കം എ സൂപ്പർ പവർ വേൾഡ് ബാങ്കിൽ. ഇനി അടുത്തത് മെഷർമെന്റ് ഡെവലപ്മെന്റ് പെർ ക്യാപിറ്റ ഇൻകം ഇൻ ടേംസ് ഓഫ് കണ്ടിന്യൂസ് ക്വസ്റ്റ്യൻസ് ഹാവ് ബീൻ റേസ്ഡ്. അഡ്വക്കസി ഓഫ് കൺസിഡറിംഗ് ദ ലെവൽ ഓഫ് പെർ ക്യാപിറ്റ ഇൻകം ടു റിഫ്ലക്ട് ദ ലിവിംഗ്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം നമുക്ക് ലിവിങ് കണ്ടീഷൻസിൽ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനെക്കുറിച്ച് ഇഷ്ടം പോലെ മെഷർമെന്റ് ഇത് എന്താണ് ക്വസ്റ്റ്യൻസ് ഹാവ് ബീൻ റേസ്ഡ് അബൌട്ട് ദ അഡ്വക്കസി. ഇതുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ നമുക്ക് ജനങ്ങളുടെ അടിസ്ഥാനമായ ലിവിങ് സ്റ്റാൻഡേർഡ് നമുക്ക് പിന്നെ മെഷർ ചെയ്യാൻ സാധിക്കും. So it is rightly argued that per capita income is only an average and does not reflect the distribution of income. ഞാൻ പറഞ്ഞില്ലേ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇഷ്ടം പോലെ എന്താണ് ഇന്ത്യയിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആളുകൾക്ക് ഇതില്ല. ഈ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, 1 വയസ്സിലുള്ള കുട്ടികളൊക്കെ ഈ പോപ്പുലേഷനിന്റെ ആ ഭാഗത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ദാറ്റ് മീൻസ് ദ ചിൽഡ്രൻ ബിലോ 40 years they are not actually contributing to this per capita income. അവർക്കൊന്നുമില്ല. അപ്പൊ ബൾക്ക് എ ലയൺ ഷെയർ ഈസ് ആക്ച്വലി ബീങ് ഗൾപ്ഡ് ബൈ, swallowed by a minor portion of the population. That is the 10% of the population. Necessarily should be seen in the conjunction with the population. അപ്പോൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാത് രാജ്യത്തിന്റെ എന്താണ് പോപ്പുലേഷൻ സൈസ് നോക്കണം, ജെൻഡർ, ക്വാളിറ്റി ലെവൽ, ഇതെല്ലാം നോക്കിക്കണം. അപ്പോൾ the concept of development from a multi-dimensional perspective, we have to look at the development process from a multi-dimensional or ഇത്. ഇനി ഫ്രെയിംവർക്ക് ഫോർ ഇന്റർനാഷണൽ. ഇനി എല്ലാം കമ്പയർ നമ്മൾ ഇത്ര നാൾ പറഞ്ഞ നമ്മളുടെ കുറെ നേട്ടങ്ങളുണ്ട്.
ഇക്കണോമിക് ഡൈമെൻഷൻസ്, ഇതിനകത്ത് നമ്മൾ പറഞ്ഞ സ്ട്രക്ചറൽ ഡൈമെൻഷൻസ്, നമ്മൾ ഇതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ, ഗ്രോത്ത്, പോവർട്ടി, പിന്നെ അടുത്തത് എന്താണ് അൺഎംപ്ലോയ്മെന്റ്, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. രാജ്യത്തിൽ അൺഎംപ്ലോയ്മെന്റ് ലെവൽ എന്താണ്, പോവർട്ടി എന്താണ്, പോവർട്ടി മെഷർ ചെയ്യുന്ന ഇൻഡെക്സ് എന്താണ് പറയുന്നത്. നൗ വി ആർ ആക്ച്വലി കമ്പയറിംഗ് വിത്ത് അതർ കൺട്രീസ്. ദാറ്റ്സ് ഓൾ. നമ്മുടെ അച്ചീവ്മെന്റ് ആദ്യം തന്നെ നമ്മുടെ അച്ചീവ്മെന്റ് പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ നോക്കുക, ഇന്ത്യ ഓക്കെ, പോവർട്ടി റേഷ്യോ ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ബിലോ പോവർട്ടി ലൈൻ, ദാറ്റ് ഈസ് 1.9 പെർ ഡേ. അത് കിട്ടാത്തവർ മനസ്സിലായി, ഇന്ത്യയിൽ 21 ആണ്, ബംഗ്ലാദേശിൽ 24 ആണ്, ചൈനയിൽ 3.1 ഉള്ളു. ഈ ടേബിളൊക്കെ പരീക്ഷ എഴുതുമ്പോൾ ഓർത്തിരിക്കാൻ നടത്തുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഹെർക്യൂലിയൻ ടാസ്ക്. എന്നാലും എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, പെർ ക്യാപിറ്റ GDP എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അപ്പോൾ ഫ്രെയിംവർക്ക് ഓഫ് ഇന്റർനാഷണൽ കമ്പാരിസൺസ്. ഒന്ന്, എന്തെല്ലാം കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന്, ബേസിക് ഇക്കണോമിക് ഡൈമെൻഷൻസ്. ഏതൊക്കെയാണ് ബേസിക് ഇക്കണോമിക് ഡൈമെൻഷൻസ്? നമ്മൾ കമ്പാരിസൺ നമ്മൾ തുടങ്ങും. ഇന്ത്യ പോലത്തെ രാജ്യവും ചെറിയ ഒരു രാജ്യമായിട്ട് ഗൾഫിലെ ചെറിയ ഒരു സുൽത്താനേറ്റോ ബ്രൂണൈന നിങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക്, കാരണം അവിടെയൊക്കെ ഈ കേരളത്തിലുള്ള ജനസംഖ്യ പോലും ആ രാജ്യങ്ങളിൽ ഇല്ല. ആ രാജ്യം അതുപോലെ തന്നെ ആ രാജ്യവും നമ്മളുടെ ഇന്ത്യയെ പോലത്തെ ഉള്ള ഇത്രയും വാസ്റ്റ് ജനസംഖ്യ വിത്ത് വേരിയഡ് കൾച്ചർ, ലാംഗ്വേജ്, ഇതെല്ലാം ഉള്ള ഒരു രാജ്യമായിട്ട് നമുക്ക് എളുപ്പത്തിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കറിയാലോ, കോമ്പറ്റീഷൻ ഈസ് ബിറ്റ്വീൻ ഈക്വൽസ് ആൻഡ് നോട്ട് ബിറ്റ്വീൻ അൺഈക്വൽസ്. ഒരു കൊച്ചുകുട്ടിയും ഒരു മച്ചുവേർഡായിട്ടുള്ള ഒരാള് മനസ്സിലായോ, നമുക്കൊന്ന് മത്സരിച്ച് നോക്കാം. ഒരു 100 മീറ്റേഴ്സ് നമുക്കൊന്ന് ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിട്ട് മത്സരിച്ച് നോക്കുക. അതൊരു മത്സരമല്ല, അത് തമാശക്കളിയാണ്. അതുകൊണ്ട് കോമ്പറ്റീഷൻ ഈസ് ഓൾവേസ് ബിറ്റ്വീൻ ഈക്വൽസ് ആൻഡ് നോട്ട് ബിറ്റ്വീൻ അൺഈക്വൽസ്. ഇപ്പോൾ ബേസിക് ഇക്കണോമിക് ഡൈമെൻഷൻസ് ഏതൊക്കെയാണ്? സൈസ് ഓഫ് ദ പോപ്പുലേഷൻ നോക്കണം, ആ രാജ്യത്തിന്റെ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് നോക്കണം, പെർ ക്യാപിറ്റ ഇൻകം നോക്കണം, പിന്നെ വളർച്ചയുടെ GDPയുടെ വളർച്ചയുടെ തോത് നോക്കണം. ഇനി ഷെയർ ഓഫ് അഗ്രികൾച്ചർ, നമ്മൾ അറിയാലോ ഷെയർ ഓഫ് അഗ്രികൾച്ചർ. ഇഫ് എനി ഇക്കോണമി ദ ഷെയർ ഓഫ് അഗ്രികൾച്ചർ ഈസ് മോർ ദാൻ ഇൻഡസ്ട്രിയൽ ആൻഡ് ടേഴ്സറി സെക്ടേഴ്സ്, ദാറ്റ് കൺട്രി ഹാപ്പൻസ് ടു ബി എന്താണ് അഗ്രേറിയൻ എക്കോണമി ഓഫ് ടു ദ ടോട്ടൽ എംപ്ലോയ്മെന്റ് ആൻഡ് GDP. രണ്ടാമത്തേത്, ഇത് ആദ്യത്തെ സബ് പോയിന്റുകളാണ്. രണ്ടാമത്തേത്, ഡെഫിസിറ്റ്സ് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ടേംസ് ഓഫ് ലെവൽ ഓഫ് പോവർട്ടി. അപ്പൊ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുള്ള പോരായ്മകൾ എന്തെല്ലാം? പോരായ്മകൾ പോവർട്ടി, ഹങ്കർ, ഇനീക്വാലിറ്റി, അൺഎംപ്ലോയ്മെന്റ്. ഇതെല്ലാം രണ്ടാമത്തെ പോയിന്റിൽ വരികയാണ്. മൂന്നാമത്തേതാണ് പ്രോഗ്രസ് ഇൻ സോഷ്യൽ ഡൈമെൻഷൻസ്, education, number one social dimension, health, gender developments, etc. Based on all these three, we have got a comprehensive index or indices of social progress like a human development. But ultimate ആയിട്ടുള്ള ലക്ഷ്യം എന്താണ്? That is human development. ഏത് രാജ്യത്തിന്റെ say for making a selection of countries for comparison, we keep one country from each of the 5 continents restricted to Asia, Africa, North America. അങ്ങനെ നീ കമ്പയർ ചെയ്യണേ. The World Bank for its differential lending purposes groups countries into 4 countries. ഏതൊക്കെയാണ്? വേൾഡ് ബാങ്ക് ധനസഹായം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് രാജ്യങ്ങളെ പ്രധാനമായിട്ട് എത്രയാണ്? 4 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, ലോ ഇൻകം കൺട്രീസ് വിത്ത് പെർ ക്യാപിറ്റ ഇൻകം ലെസ് ദാൻ എത്രയാണ്? $1025. രണ്ടാമത്തത് 1528. പിന്നെ ലോവർ മിഡിൽ ഇൻകം കൺട്രീസ് വിത്ത് പെർ ക്യാപിറ്റ ഇൻകം ഓഫ് 1026 തൊട്ട് 3995 വരെ. മൂന്നാമത് അപ്പർ മിഡിൽ ക്ലാസ് കൺട്രീസ് 3900 എത്രയാണ്? 96 തൊട്ട് എന്താണ് $12375. നാലാമത്തത് ഹൈ ഇൻകം കൺട്രീസ് വിത്ത് പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ അതനുസരിച്ച് അക്കോർഡിംഗ് ടു ദിസ് ക്ലാസിഫിക്കേഷൻ, ഔട്ട് ഓഫ് 10 കൺട്രീസ്, മനസ്സിലായോ, 10 countries kept in our sample, the 4 South Asian countries except Sri Lanka are in the low middle class income. അപ്പോൾ ഈ പെർ ക്യാപിറ്റ ഇൻകം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയുടെ പൊസിഷൻ എവിടെയാണ്? ശ്രീലങ്കയുടെ പൊസിഷൻ എത്രയാണ്? ചൈനയുടെ പൊസിഷൻ എത്രയാണ്? പിന്നെ ഡെവലപ്ഡ് രാജ്യങ്ങളാണ്, ബ്രിക് രാജ്യങ്ങൾ. ഞാനൊരു കാര്യം പറഞ്ഞ ബ്രിക്സിന്റെ വിജയം കണ്ടിട്ട് ഇപ്പൊ ദേ ആർ വെയിറ്റിംഗ്. 30 രാജ്യങ്ങൾ ബ്രിക് രാജ്യങ്ങളിൽ മെമ്പർഷിപ്പ് എടുക്കാൻ അവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ദേ ആർ ഇൻ ദ ക്യൂ. ഒറിജിനലി നമുക്ക് ബ്രിക്സ് രാജ്യങ്ങൾ എത്രയാണ്?
ഇതെല്ലാം ഞാൻ എക്കണോമിക്സ് പഠിച്ചതുകൊണ്ട് കിട്ടിയതല്ല. ഇതെല്ലാം നാം ഇഷ്ടം പോലെ ഞാൻ വായിക്കും, പേപ്പർ വായിക്കും, ലാംഗ്വേജ് ഇമ്പ്രൂവ് ആയിട്ട് ഒരു ഇംഗ്ലീഷ് പേപ്പർ വായിക്കും. ഇതെല്ലാം എൻ്റെ മനസ്സിൽ വന്നിരിക്കുന്നത് കാരണം നമ്മൾ ഈ പേപ്പർ വായിക്കുമ്പോൾ ഇപ്പൊ ഈ ഇടയ്ക്ക് ബ്രിക്സ് രാജ്യങ്ങളെ കുറിച്ച്, ബ്രിക്സ് രാജ്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ഡെവലപ്മെന്റ് ബാങ്ക് അവർ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ ബ്രിക്സ് ബാങ്ക് ആയിരിക്കും ഇവർക്ക് അഡീഷണൽ ആയിട്ട് സഹായം. ദേ നീഡ് നോട്ട് ആക്ച്വലി വെയിറ്റ് ഫോർ വേൾഡ് ബാങ്ക് ആൻഡ് IMF. അപ്പൊ ഈ ബ്രിക്സ് കൺട്രീസിന്റെ പ്രവർത്തനങ്ങൾ ഫലപ്രദമായിട്ട് നടന്നു പോകുന്നു എന്നുള്ള ധാരണയിൽ there are 30 countries waiting in queue to join these BRIC countries. Okay, ni economic dimensions. Asian countries except China during the long period were languishing in a relatively low growth rate of scenario as below 4%. അപ്പോൾ ഏഷ്യൻ കൺട്രീസിന്റെ ചൈന അന്ന് ഇന്നും ഡെവലപ്മെന്റിൽ മുൻപന്തിയിലാണ്. ബാക്കി എല്ലാ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളുടെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു ഓർക്കുന്ന 1991 മുമ്പ് ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് 3.5% ആണ്. അതിനെ പറഞ്ഞത് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ്. എനിക്കറിയാൻ പോലെ എന്തുകൊണ്ടാണ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത്. മതപരമായിട്ട് ഞാൻ നിങ്ങൾ തമ്മിൽ വഴക്കിടിപ്പിക്കാനില്ല, ഞാൻ പഠിച്ച കാര്യം നിങ്ങളുടെ അടുത്ത് പറയാം. ഇറ്റ് ഈസ് നോൺ ആസ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത്. ഇന്ത്യയുടെ റേറ്റ് ഓഫ് ഗ്രോത്ത് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നെ ഒരു കാരണവശാലും താഴെ വർഗീയത പറയുന്നത് പറയുന്നത്. ഇറ്റ് ഈസ് നോൺ ആസ് ഹിന്ദു റേറ്റ് ഓഫ് ഗ്രോത്ത്. അതിനുശേഷം 1991 ശേഷം രാജ്യത്തിൽ ഗണ്യമായിട്ടുള്ള വർധനമാണ് വന്നത് നമ്മുടെ രാജ്യത്ത്. മനസ്സിലായി? ഞാൻ പറഞ്ഞില്ലേ വി റീച്ച് അറ്റ് ദ കിസ്സിംഗ് പോയിന്റ്. ഒരു ഇത് ഉമ്മ കൊടുക്കുമ്പോൾ 2 ലിപ്സ് ഇത്ര അടുക്കും. അതാണ് അത്രയും പോയിന്റ് വരെ എത്തി. നമ്മൾ അത്രയും ഒരു ഉമ്മ കൊടുക്കാനായിട്ടുള്ള അവിടം വരെ എത്തിയില്ല. വി ജസ്റ്റ് മിസ്ഡ് ഇറ്റ്. വി റീച്ച് അതിനെ പറഞ്ഞ അതിന്റെ ഫ്രേസ് ആണ് ഒരു വെരി ഗുഡ് ഫ്രേസ്. വി റീച്ച് ദ കിസ്സിംഗ് മീൻസ് ഓൾമോസ്റ്റ് 10% വരെ എത്തി. ഓൾമോസ്റ്റ് ഡബിൾ ഡിജിറ്റ്. 9.9 മീൻസ് ഇറ്റ് ഈസ് 1 ഡിജിറ്റ് ആണ്. 10 ആകുമ്പോൾ ഡബിൾ ഡിജിറ്റ് ആവുള്ളൂ. We reached that much rate. And that was the tremendous growth which India experienced after 1991 when globalization, liberalization and privatization were introduced in India for the first time. ഇന്നത്തെ ഞാൻ പേപ്പറിലുണ്ട് ഇന്ത്യയുടെ വളർത്തുന്നത് 6.7. കുട്ടിയാണ് വളർന്നു വലുതായി ഒരു പ്രായപരിധി എത്തിയ ശേഷം പിന്നെ നമുക്ക് വളർച്ചയില്ല. ഒന്നിലേക്ക് നമ്മൾ വണ്ണം വെക്കും, അല്ലെങ്കിൽ നിലവിലുള്ള വണ്ണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. ചിലവർ ഡൗൺ ആവും, വീണ്ടും ബലൂൺ വീർക്കണം വീർക്കും. മനസ്സിലായോ? വീണ്ടും താഴത്തോട്ട് പോരും. ഇതൊക്കെയാണ് നമ്മുടെ നേച്ചർ. അതേപോലെ ഡെവലപ്ഡ് രാജ്യങ്ങൾ ദേ ഹാവ് ഓൾറെഡി റീച്ച് ദ ലെവൽ ഓഫ് ഡെവലപ്മെന്റ്. ഇനി അവരെ സംബന്ധിച്ചിടത്തോളം ആ ഡെവലപ്മെന്റ് എന്താണ് സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് പോകുക. അപ്പൊ മനസ്സിലേ? ഇറ്റ് ഈസ് ഓൾറെഡി ദ ഡെവലപ്ഡ് കൺട്രീസ് ആർ നോട്ടബിൾ ഫോർ ദ ലോ ഗ്രോത്ത് റേറ്റ് ഇൻ ദ റേഞ്ച് ഓഫ് ഓൺലി 0 to 2%. നേരെ മറിച്ച് ഡെവലപ്പിംഗ് കൺട്രി ആയിട്ടുള്ള ഇന്ത്യയുടെ വളർച്ചയുടെ തോത് ഇന്നത്തെ പേപ്പറിലോട്ട് കിടപ്പുണ്ട്. ഇറ്റ് ഈസ് 6.7. ഹിന്ദുവിൽ കിടപ്പുണ്ട്, ആ ബിസിനസ് ലൈനിൽ കിടപ്പുണ്ട്, ആ ബിസിനസ് പേജിൽ കിടപ്പുണ്ട്. 6.7 ആണ് ഇന്ത്യയുടെ വളർച്ചയുടെ തോത്. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മുടെ ഫോർ ദ പാസ്റ്റ് 3 years we have actually overtaken China in terms of, so far China was known as the fastest developing economy in the world. Now India has overtaken China, and in China is now we are the highest. China was an exception with the recorded highest growth rate of 6.7. Nepal 3.3. ഇതെല്ലാം നമ്മളുടെ actually hovering around 4%. ഇന്ത്യയുടെ അന്നത്തെ റേറ്റ് എത്രയാണ്? 3.5%. അതെല്ലാം മാറി ഡെവലപ്ഡ് രാജ്യങ്ങൾ ഇതാണ്. ദ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ നിങ്ങൾക്കറിയാലോ. ദിസ് കോൺട്രിബ്യൂട്ട്സ് ടു മെനി ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബീങ് അറ്റ് എ സ്റ്റേറ്റ് ഓഫ് നിയർ ഇക്വിലിബ്രിയം ഫ്രം വേർ ഫർദർ ഐസിയോർ ഇൻക്രിമെന്റൽ ക്യാപിറ്റൽ ഔട്ട്പുട്ട് റേഷ്യോ. ഇത് കഴിഞ്ഞിട്ട് BECE 146 വരുന്നുണ്ട്. അതിനകത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഇത് എടുക്കുമ്പോൾ ഒരാഴ്ച റെസ്റ്റ് ചെയ്യാം, എന്നിട്ട് നമുക്കിത് എടുക്കാം. ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായോ? ഇന്ത്യ ബീങ് അല്ലേ, നിങ്ങളൊക്കെ ഇക്കണോമിക്സ് പഠിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും BCom എല്ലാം പഠിച്ച് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇനി ഇന്ത്യക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ
അല്ലേ? ഇന്ന് വായിച്ചപ്പോൾ പറയുകയാണ് ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് നിയർ അബൌട്ട് എത്രയാണ്, ബാങ്ക് നിഫ്റ്റി ഈസ് അബൌട്ട് 42 or 52 or 60 എന്നാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് how many trading hours will take the bank nifty to reach 1 lakh? അപ്പൊ ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം പ്രൊജക്ഷൻ ഇതാണ് അവർ പറയുന്നത്. All this analysis, they are all very, very optimistic about the growth prospects in India. ഇന്ത്യ നമുക്ക് ഇനി ആർക്കും തന്നെ പുറത്ത് തള്ളാൻ സാധിക്കത്തില്ല. ഇന്ന് വേണമെങ്കിൽ അവർ പറഞ്ഞല്ലോ, പല രാജ്യങ്ങളും വന്നിട്ടുണ്ട്. ഇന്ത്യ ഇന്ന് വിചാരിച്ചാൽ ഈ റഷ്യ യുക്രൈനായിട്ടുള്ള യുദ്ധം പിന്നെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് എ പവർ ഇന്ത്യ ഹാസ്. പക്ഷെ പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ് ഇപ്പോഴത്തെ കാലത്ത് യുദ്ധമൊക്കെ നടക്കണോ, അങ്ങനൊരു സർക്കാസ്റ്റിക് മോഡിൽ അദ്ദേഹം പറഞ്ഞിട്ട് പോകുന്നു. കാരണം റഷ്യ നമ്മുടെ വലിയൊരു അലായാണ്. അപ്പോൾ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഗവൺമെന്റ് വിൽ ടേക്ക് എ സ്ട്രോങ് ആക്ഷൻ അഗെയിൻസ്റ്റ് റഷ്യ. വാട്ട് ദേ ക്യാൻ ഡു ഈസ് ദേ ക്യാൻ ഓൺലി പെർസ്വേഡ്. എന്തിനാണ് ഇങ്ങനെ യുദ്ധം ഉണ്ടായിട്ട് ഇഷ്ടംപോലെ ആളുകൾ മരിക്കുന്നുണ്ട്, സോൾജേഴ്സ്. സോൾജേഴ്സ് പോണെന്തിനാണ്, പട്ടാളക്കാർ പോണെന്തിനാണ്? അവർ രാജ്യത്തിനെ രക്ഷിക്കാനല്ലോ, അവരുടെ ഉപജീവനത്തിന് മാർഗത്തിന് വേണ്ടി കൂടി വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആളുകൾ മരിക്കുന്നുണ്ട് അല്ലേ? അതിൻ്റെ കണക്കൊക്കെ ഈ ഇടയ്ക്ക് വന്നിട്ടുണ്ടായി, കുറേ ആളുകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട്. ദ ഇക്കണോമിക് ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് കണ്ടാ, പോപ്പുലേഷൻ 2018 ഇതെല്ലാം നമ്മുടെ രാജ്യങ്ങളായിട്ടില്ല. ഇനി പെർ ക്യാപിറ്റ അല്ല, ഇൻ ടേംസ് ഓഫ് പെർ ക്യാപിറ്റ GDP എമംഗ് ദ 4 സൗത്ത് ഏഷ്യൻ കൺട്രീസ് ഇന്ത്യ ഈസ് പൊസിഷൻഡ് സെക്കൻഡ്. രണ്ടാമത്തെ പൊസിഷൻ പെർ ക്യാപിറ്റ എനിക്കത്തില്ല. ശ്രീലങ്ക ഈ ഇടയ്ക്ക് നശിച്ച് നാരായണക്കല്ലായി. ഇതെല്ലാം പഴയ കണക്കാണ്. ശ്രീലങ്ക പെർ ക്യാപിറ്റ GDP is nearly twice that of India. അതായത് 4102 പിന്നെ ഡോളറാണ് ഉള്ളത്. അതേപോലെ തന്നെ അമേരിക്കയായിട്ട് നമ്മൾ പെർ ക്യാപിറ്റ GDP കമ്പയർ ചെയ്യണേ. അതേപോലെ തന്നെ സ്ട്രക്ചറൽ ചേഞ്ചസിൽ സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ. എന്താണ് സ്ട്രക്ചറൽ ട്രാൻസ്ഫോർമേഷൻ? നിങ്ങൾക്കറിയാമല്ലോ, ആസ് ആൻ ഇക്കോണമി ഡെവലപ്സ് there can be a shift of the population from primary sector to the industrial sector or to the secondary sector, and from the secondary sector to the tertiary sector. ഞാൻ വീണ്ടും പറയുന്നത്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഈ സാധനം തന്നെ എഴുതണം. നിങ്ങൾ ഏത് എക്സാമിനാറ് കേട്ടുന്ന അവർ കണ്ണുകളി പോകും. നിങ്ങളുടെ അറിവ് ഇത്ര ഉണ്ടാകുന്ന കഴിയും. This has been the practice all over the world, but India has bypassed it. കാരണം വളരെയധികം താമസിച്ചാണ് ഇന്ത്യയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങിയത്. കാരണം കോളനീസൊക്കെ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ വിഭവങ്ങളും അവർ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോയി കഴിഞ്ഞു. ഓഫ് കോഴ്സ് വി ഹാഡ് എനഫ് ഇയർ, പക്ഷെ നമുക്ക് അത് ഡെവലപ്പ് ചെയ്യാണ്ട് നമുക്ക് ക്യാപിറ്റൽ ഉണ്ടായില്ല, മൂലധനം ഉണ്ടായില്ല. വി ആർ ലെഫ്റ്റ് വിത്ത് എ ലോട്ട് ഓഫ് പോപ്പുലേഷൻ, ലേബർ. We were left with a lot of. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉണ്ട് ഇവിടെ കൊച്ചിയിലായിട്ട് റോബോട്ടിക് ഇതുകൊണ്ട് കാണയൊക്കെ ശരിയാക്കണം, മഴക്കാല ക്ലീനിങ്. വാട്ട് ഈസ് ദാറ്റ് ടെക്നോളജി? ഇറ്റ് ഈസ് നോട്ട് എൻ ഇന്ത്യൻ ടെക്നോളജി. ഇന്ത്യ ഡെവലപ്പ് ചെയ്ത ടെക്നോളജി അല്ല. കാരണം ഇന്ത്യൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്താണെങ്കിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കിട്ടത്തക്ക രീതിയിലുള്ളതായിരിക്കും. ഇതെന്നത് നിങ്ങൾക്കറിയാം, ഒരു പാവപ്പെട്ട കുറെ ആളുകൾ അത് മഴക്കാലത്ത് മുമ്പ് ഇത് ക്ലീൻ ചെയ്തിട്ട് എന്തുമാത്രം ആളുകൾ, പ്രത്യേകിച്ച് സംസ്ഥാനങ്ങളിലെ ആളുകൾ വന്നിട്ട് ക്ലീൻ ചെയ്ത് എന്തുമാത്രം ആളുകളാണ്. അത് ഒരു റോബോട്ടിക് ആയിട്ട് സാധനം അതായത് ഇറക്കി വെച്ചാൽ അത് കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിത്തിൻ സെക്കൻഡ്സിന് പോകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോട്ട് ഓഫ് ലേബർ വിൽ ബി ഡിസ്പ്ലേസ്ഡ്. ഓക്കെ, അപ്പം അതാണ് പ്രിഡോമിനൻ്റ്ലി അഗ്രേറിയൻ സ്റ്റേറ്റ്. ദ സ്ട്രക്ചറൽ ഡൈമെൻഷൻസ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഹയർ ഡിപ്പെൻഡൻസ് ഓൺ അഗ്രികൾച്ചർ ഫോർ ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ് റിഫ്ലക്ട് ലോവർ ലെവൽ ഓഫ് ഡെവലപ്മെന്റ്. ഇനി ഇതിനകത്ത് ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ഹാവ് ബോത്ത് എക്സ്പീരിയൻസ്ഡ്. ഇനി ഇതിൻ്റെ എല്ലാം കൺക്ലൂഷൻ പറയുന്നത്, ഇന്ത്യ ആൻഡ് ശ്രീലങ്ക ഹാവ് എക്സ്പീരിയൻസ്ഡ് എന്താണ് എക്സ്പീരിയൻസ് നിയർലി ഈക്വൽ GDP ഗ്രോത്ത് റേറ്റ്, ജസ്റ്റ് അബവ് 3%. വലിയ വ്യത്യാസമൊന്നുമില്ല. That is, there is no huge difference in the population dimension per capita. Sri Lanka, even though it is Sri Lanka, it is double. അതെല്ലാം പോയിട്ട് നിങ്ങൾക്കറിയാം, ശ്രീലങ്കയിൽ അടുത്തിറക്കുണ്ടായ കലാപങ്ങളൊക്കെ പ്രസിഡന്റിന്റെ ഇതിനകത്ത് കൊട്ടാരത്തിൽ
നമ്മൾ പ്രസിഡന്റിന്റെ പാലസ് എന്ന് പറയുന്നത്, പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ ആളുകളൊക്കെ കയറി, വഴി കൂടി പോണവരൊക്കെ കയറി അവിടെയൊക്കെ കയറി ഇരുന്ന് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെയാണ് പ്രസിഡന്റൊക്കെ ഇരുന്ന് സൂഹിക്കുന്നത്. അവർ നാട്ടുകാരൊക്കെ കയറി. ദർ വാസ് നോ കൺട്രോൾ. മാർക്കറ്റിൽ ആളുകൾ കയറി പോകണമല്ല, പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലോട്ടൊക്കെ കയറിപ്പോയി. അവരൊക്കെ അവിടെ നിന്ന് ദേ ഫ്ലീ ഫ്രം ദാറ്റ് പ്ലേസ്. വേറെങ്ങാണ്ടൊക്കെ പോയി അഭയം സ്ഥാപിച്ചു. ഇപ്പൊ അതിനെക്കുറിച്ച് ശ്രീലങ്കനെ കുറിച്ച് കാര്യമായില്ല. 5% ഇൻഫ്ലേഷനായിട്ട് വലിയ ബുദ്ധിമുട്ട്. പിന്നെ അമേരിക്കയുടെ ഫെഡറൽ റിസർവ് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കും ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കൊക്കെ പിന്നെ തല പുകഞ്ഞ് അവർ ചിന്തിക്കുന്നത് ഹൗ ടു ബ്രിങ് ഡൗൺ ദ ഇൻഫ്ലേഷൻ. 5%. നമ്മുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ഇപ്പോൾ 5%, 5-ൽ താഴെയാക്കി കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. 5% ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. അമേരിക്കയിൽ പാകിസ്ഥാനിൽ ഇപ്പോൾ വേറൊരു ടെർമോയിലുള്ള ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുന്നതിന് അവിടെ 60%, 30%, 60% വരെ ഇൻഫ്ലേഷൻ. ദാറ്റ് മീൻസ് നാണയപ്പെരുപ്പം അത്രയാണ്, സാധനങ്ങളുടെ വിലയൊക്കെ അത്രയാണ്. അല്ലെ, ശ്രീലങ്ക പ്രശ്നം നടന്നപ്പോൾ പേപ്പറിലൊക്കെ ഉണ്ടായി 1 ലിറ്റർ പെട്രോളിന് ഇത്ര രൂപ, 300 രൂപ, 400 രൂപ, 500 രൂപയൊക്കെയാണ്. കാശുള്ളവർ മേടിച്ചു മതി, അല്ലെങ്കിൽ നടന്നു പോവുക. ഇതിന്റെ എല്ലാം അനുഭവിക്കുന്ന ആരാണ്? ഇറ്റ് ഈസ് എ പീപ്പിൾ. അയ്യോ പാവങ്ങളല്ല ജനങ്ങൾ. Although China's growth rate was twice that of India for nearly 60 years. In 2018, the two countries' growth rate was nearly 6.8 and for India and 6.6. ഞാൻ പറഞ്ഞില്ലേ, 2018 ശേഷം ഇന്ത്യ ഹാസ് ഓവർടേക്കൺ ചൈന ഇൻ ഡെവലപ്മെന്റ്. കാരണം ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് 6.8, നേരെ ചൈനയുടെ ഗ്രോത്ത് റേറ്റ് 6.6 ആയിട്ട് താഴേക്ക് വരികയും ചെയ്തു. Then employment share of agriculture in India, in Sri Lanka and in China are both comparatively lower. കാരണം 27-26% പക്ഷേ ഇന്ത്യൻ കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ ഷെയർ ഓഫ് അഗ്രികൾച്ചർ സ്റ്റിൽ 43% ആണ്. ഇതാണ് ഇതിന്റെ കമ്പാരിസൺ കേട്ടോ. ദെൻ ഡെഫിസിറ്റ്സ് ഇൻ ഡെവലപ്മെന്റ്. നമ്മുടെ പുരോഗതിക്ക് എന്തെല്ലാം പോരായ്മകൾ ഉണ്ടായിട്ടുണ്ട് ഡെഫിസിറ്റ്സ് ഇൻ ഡെവലപ്മെന്റ്. കാരണം ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് രാജ്യത്തിന് പല പദ്ധതികൾ നടപ്പാക്കി രാജ്യത്തിന്റെ പെർ ക്യാപിറ്റ ഇൻകവും GDP എല്ലാം വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ആ ഡെവലപ്മെന്റിന്റെ കൺസെപ്റ്റിൽ നമ്മുടെ ഇന്ത്യക്ക് ആ ഡെവലപ്മെന്റ് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. സ്റ്റിൽ എ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ലിവിംഗ് ബിലോ ദ പോവർട്ടി ലൈൻ. മനസ്സിലായോ? ഇനീക്വാലിറ്റി ഇറ്റ് ഹാസ് ബിക്കം വേഴ്സ്. The rich is becoming more rich and the poor is becoming more poor. അങ്ങനെയൊക്കെ എഴുതണം. The rich is becoming more rich and the poor is becoming more poor. Why? Not because that we have not taken any initiative for the development. Despite of the relatively higher growth rates, not only high levels of poverty and unemployment persisted, but income inequalities also increased. കണ്ടാ, ഞാൻ ഇതിന്റെ കാതലായിട്ടുള്ള പോയിന്റ് പറഞ്ഞത്. In spite of the relatively higher growth rates, നമ്മളില്ലേ ഗ്രോത്ത് റേറ്റ്സ് വർദ്ധിച്ചിട്ടുണ്ട്, ഇക്കണോമിക് ഗ്രോത്ത് അല്ലേ. കഞ്ചാവ് വിറ്റാലും രാജ്യത്തിന് വ്യക്തിക്ക് വളർച്ച ഉണ്ടാവും, വ്യക്തിക്ക് വരുമാനം ഉണ്ടാവും. അങ്ങനെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലും വ്യക്തികൾക്ക് രാജ്യത്തിന് വരുമാനം ഉണ്ടാവും. ബട്ട് ഹൗ ഇറ്റ് ഈസ് ബീങ് ജനറേറ്റഡ്, ഈസ് ഇറ്റ് സസ്റ്റൈനബിൾ? അതുകൊണ്ടാണ് പറഞ്ഞത് in spite of the relatively higher growth rates, not only high levels of poverty and unemployment persisted, but income inequalities too increased. But development നമ്മുടെ രാജ്യത്തിൽ ഉണ്ടായില്ലെന്ന് പറയാൻ പറ്റൂല. Development has indeed taken place. But what happens together with the development, a higher rate of growth, the levels of poverty, the levels of unemployment and the persisted, and income inequalities also increased. അതിനെ പറഞ്ഞത് ഡെഫിസിറ്റ്സ് ഓഫ് ഡെവലപ്മെന്റ്. ഏതൊക്കെയാണ് ഡെഫിസിറ്റ്സ് ഓഫ് ഡെവലപ്മെന്റ്? നമ്മൾ പോവർട്ടി ആദ്യമായിട്ട് കൊടുക്കുക. പോവർട്ടി, ഇന്ത്യയുടെ പോവർട്ടി നമ്മൾ പറഞ്ഞു എന്താണ്? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കാലറി കൺസംഷൻസ്, പെർ ക്യാപിറ്റ കാലറി കൺസംഷൻ. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വളരെ വളരെ മോശമാണ്. ദ നോം ഓഫ് എന്താണ്? പെർ ക്യാപിറ്റ കൺസംഷൻ ഓഫ് പർച്ചേസിംഗ് പവർ പാരിറ്റി, ദാറ്റ് ഈസ് PPPP. അതിനനുസരിച്ച് the norm for PPP is changed to account for rise in prices with its present level of fixed at ഒരു ദിവസം ഒരാൾക്ക് $1.90 എങ്കിലും വരുമാനം വേണം.
മനസ്സിലായോ? ഈ പോവർട്ടി ലെവൽ ഇൻ ടേംസ് ഓഫ് ദിസ് കാലറി ഇൻടേക്കിന് അല്ലെങ്കിൽ പെർ ക്യാപിറ്റ കൺസംഷൻ ഓഫ് പർച്ചേസിങ് പവർ പാരിറ്റിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കാരണം എന്താണ്? ബിക്കോസ് ഓഫ് ദ റൈസിങ് ഇൻഫ്ലേഷൻ. പറഞ്ഞോ, since large population amount to larger number of persons below the poverty line in absolute terms, as many as 280 million people in India in 2011 are below the poverty line. ഇനി അതിന്റെ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? ദോസ് ഹു ആർ ഏബിൾ ടു. ഇനി അൺഎംപ്ലോയ്മെന്റ്, ഇത് നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ കണ്ടതാണ്. പോവർട്ടി എന്ത് മാത്രമുണ്ട്, പോവർട്ടി എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാം, അൺഎംപ്ലോയ്മെന്റ് എന്ത് മാത്രം, അണ്ടർ എംപ്ലോയ്മെന്റ് എന്ത് മാത്രമുണ്ട്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ത് മാത്രമുണ്ട്, സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ത് മാത്രമുണ്ട്. അത് വെച്ച് നമ്മൾ ഇനി ഇന്ത്യയും മറ്റ് രാജ്യങ്ങളായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണ്. ഇന്റർപ്രറ്റിംഗ് അൺഎംപ്ലോയ്മെന്റ് അക്രോസ് ദ കൺട്രി, അത് നമുക്ക് ഒരു വളരെ കോഷ്യസ് ആയിരിക്കണം. കാരണം എന്താണ്? ഇൻഫോർമൽ ലോട്ട് ഓഫ് informal sectors presence in the developing countries, since poor cannot afford to be unemployed. മനസ്സിലായോ? അപ്പോൾ ഈ അണ്ടർ എംപ്ലോയ്, ഇത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ അതുപോലത്തെ എല്ലാ ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ കുറെ അണ്ടർ എംപ്ലോയ്മെന്റ് ഉണ്ട്. ഇവരുടെ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് അവർക്ക്, കാരണം അണ്ടർ എംപ്ലോയ്മെന്റ് മീൻസ് അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യാതെ അവർക്ക് ജീവിക്കണം. അവർക്ക് അൺഎംപ്ലോയ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റില്ല. അവരുടെ സേവനം അവർക്ക് വിറ്റുണ്ടെങ്കിൽ നല്ല ശമ്പളം അവർക്ക് കിട്ടും എന്ന് അറിയാൻ പോലും ആ സേവനം അവർക്ക് കിട്ടാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പൊ they go and undertake some underemployment in the urban rural societies, in the informal societies. They end up reporting I have been employed even though they are often underemployed at a very low age. They would accept any work regardless of the level of wages and the duration of employment. അവരെ സംബന്ധിച്ചിടത്തോളം ഏതിലും എത്ര നാൾ നിൽക്കുന്നല്ല, ചിലപ്പോൾ 2 ദിവസം ഉണ്ടാവുള്ളൂ, പിറ്റേ ദിവസം അവർക്ക് ജോലി ഉണ്ടാവില്ല. അപ്പൊ അവരാ റെഗുലർലി എംപ്ലോയിഡ് ആയിട്ട് കണക്കാക്കെങ്കിലും ഗോഡ് നോസ്, അവർക്ക് എല്ലാവർക്കും അറിയാം അവർക്ക് റെഗുലർ എംപ്ലോയ്മെന്റ് ഇല്ല. They are actually underemployment, and therefore in relatively less developed countries like India, where close to 90% എംപ്ലോയ്മെന്റും എവിടെയാണ് നമ്മൾ പറഞ്ഞു? ഇൻഫോർമൽ സെക്ടറിലാണ്. നോൺ ഫോർമൽ സെക്ടർ അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് സെക്ടറിലാണെങ്കിൽ പോലും അൺഎംപ്ലോയ്മെന്റ് ഈസ് ഓഫൻ റിപ്പോർട്ടഡ് വെരി ലോ. അൺഎംപ്ലോയ്മെന്റ് റിപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ആളുകൾ ഇൻഫോർമൽ സെക്ടറിൽ 90% ഇൻഫോർമൽ സെക്ടറിൽ ജോലി ചെയ്യുന്നത് എന്താണ്? അവർക്ക് എന്തെങ്കിലും ജോലിയുണ്ട്. ഇന്ന് ജോലി ഉണ്ടോ, നാളെ ജോലി ഉണ്ടാവില്ല, മറ്റന്നാൾ ജോലി ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ജോലിയുണ്ട്, എല്ലാ ദിവസവും ഞങ്ങൾക്ക് ജോലി കിട്ടില്ല. അപ്പൊ ഇഷ്ടം പോലെ റിപ്പോർട്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഇന്ത്യ പോലത്തെ രാജ്യങ്ങളിൽ വരുന്നത്. അപ്പൊ എന്താണ്? അൺഎംപ്ലോയ്മെന്റ് ഈസ് ഓഫൻ റിപ്പോർട്ടഡ് വെരി ലോ, ദാറ്റ് ഈസ് 6.5% in 2018. നോക്കിക്കോളുക മറ്റു രാജ്യങ്ങൾ. അതുപോലെ തന്നെ ഇനീക്വാലിറ്റി ഓൾദോ മെനി ഡെവലപ്പിംഗ് കൺട്രീസ് കേട്ടോ, ഇൻക്ലൂഡിംഗ് ഇന്ത്യ, സ്റ്റാർട്ടഡ് ദ ഡെവലപ്മെന്റ് സ്ട്രാറ്റജി വിത്ത് an emphasis on growth with justice. കേട്ടാ, റൈറ്റ് ഫ്രം ദ ബിഗിനിങ് 1951 തൊട്ട് നമുക്ക് 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വർഷം തുടങ്ങുന്നത്, ഇന്ത്യയുടെ രാജ്യത്തിന്റെ വർഷം തുടങ്ങുന്നത് 1951-ലാണ്. 47 നമ്മൾ പ്രാധാന്യം കുറക്കുന്നില്ല. നമുക്ക് കോളനിയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടി, 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതല്ല, പക്ഷെ ഇന്ത്യയുടെ ആക്ച്വൽ ഇക്കണോമിക് ഗ്രോത്ത് യഥാർത്ഥത്തിൽ മെഷർ ചെയ്യാൻ തുടങ്ങിയത് 1951-52 where we started our 5-year plan. അപ്പോൾ right from the year 1951 till recently the thrust of the economic development has been growth with justice. മറക്കരുത്, growth with distributive justice or growth with equity. ഏറ്റവും എളുപ്പത്തിലുള്ള വാക്കാണ് growth with equity or growth with distributive justice. Over the years there has been an increase in inequality. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ച കൂടിയിട്ടുണ്ട്, വളർച്ച താഴത്തോട്ട് പോയിട്ടില്ല, എല്ലാം കൊണ്ടും. പക്ഷേ ഈ എല്ലാ വർഷങ്ങളിലും ഈ ഗവൺമെന്റിന്റെ ലക്ഷ്യമായിട്ടുള്ള ഗ്രോത്ത് വിത്ത് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല. ആൻഡ് ഓവർ ദ ഇയേഴ്സ് ദർ ഹാസ് ബീൻ ആൻ ഇൻക്രീസ് ഇൻ ഇനീക്വാലിറ്റി. കാരണം എന്താണ്? ഇറ്റ് ഈസ് ഐറോണിക്കൽ ബട്ട് ട്രൂ ദാറ്റ് വെൻ ദീസ് ഇക്കോണമീസ് വെയർ ഓൺ ദ ലോ ഗ്രോത്ത് പാത്ത്, ഇനീക്വാലിറ്റി വാസ് വെരി ലോ. ഈ രാജ്യങ്ങളെല്ലാം when the economic growth rate was below 2% or 3%, 3.5% സമയത്ത് ഇത്ര ഇനീക്വാലിറ്റി ഉണ്ടായില്ല.
മനസ്സിലായോ? രാജ്യത്തിന്റെ വളർച്ച തോത് കൂടിയപ്പോൾ ദ റിച്ച് ബിക്കെയിം റിച്ചർ ആൻഡ് ദ പുവർ ബിക്കെയിം പുവർ. സോ സിമ്പിൾ. ഇവിടെ എഴുതി ഞാൻ പറഞ്ഞത് ഇതെല്ലാം ഞാൻ വായിച്ചു, രാവിലെ തൊട്ട് ഞാൻ ഇരുന്ന് വായിക്കും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാൻ. കാരണം ഒന്നിനൊന്നിനും ബന്ധമില്ലാത്തതാണ്. അതെന്നാൽ ഇതിനകത്ത് നോക്കാൻ തന്നെ ഞാൻ ഈ ഒരു പാരഗ്രാഫ് വരുമ്പോഴത്തേക്കും അതിന്റെ ഉള്ളടക്കം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിന്റെ കാര്യം എന്താണ്, മനസ്സിലായോ? It is ironical, but these economies were on when they were on low growth path. അവർ കാരണം ഇന്നത്തെ ഡെവലപ്മെന്റ് ഉണ്ടായ സമയത്ത് ലോ ഗ്രോത്ത് പാത്ത് ഉണ്ടായ സമയത്ത് ഇനീക്വാലിറ്റി ഓൾസോ സ്റ്റാർട്ടഡ് ഇൻക്രീസ്. ലോ ഗ്രോത്ത് പാത്ത് inequality was very low. But as they moved to higher growth trajectory, economic growth and economic development വർദ്ധിച്ചപ്പോൾ inequality also started increasing. അപ്പൊ ലോജിക്ക് പഠിക്കുന്ന കുട്ടികൾ പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവിടെ പിന്നെ ഇനീക്വാലിറ്റി ഉണ്ടായത്? കാരണം വളർച്ച ഉണ്ടായി. മനസ്സിലായോ? ഭൂമിയിലൊക്കെ ഉണ്ടായ സമയത്ത് കുറെ ഡോക്ടേഴ്സിന് വിട്ട് അവിടെ മരണസംഖ്യ കൂടുതലുള്ള സമയത്ത് പിന്നെ മരണസംഖ്യ ഈ ലാത്തൂരും പിന്നെ മഹാരാഷ്ട്രയിലൊക്കെ ഇത് പിന്നെ കലാപങ്ങളൊക്കെ ഭൂമികളൊക്കെ ഉണ്ടായപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ കുറെ ആളുകളൊക്കെ കുറെ ഡോക്ടേഴ്സും മെഡിക്കൽ ഫോഴ്സസിനൊക്കെ കുറഞ്ഞു വിട്ട്. അതിനുശേഷം റിപ്പോർട്ട് വന്നത് എന്താണ്? എവിടെയെല്ലാം ഡോക്ടേഴ്സ്, അപ്പൊ കുറെ ഡോക്ടേഴ്സിനൊക്കെ കുറെ സ്ഥലത്ത് പിന്നെ അടിയന്തരമായിട്ട് ശുശ്രൂഷ കൊടുക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഡോക്ടേഴ്സിനൊക്കെ പറഞ്ഞു വിട്ട്. പക്ഷെ റിപ്പോർട്ട് വന്നപ്പോൾ എന്താണ്? എവിടെയെല്ലാം കൂടുതൽ ഡോക്ടേഴ്സ് ഉണ്ട് അവിടെയെല്ലാം കൂടുതൽ മരണം ഉണ്ടായി. റിപ്പോർട്ട് എഴുതിയതിന്റെ ഗുണമാണ് പറയുന്നത്. ഏതെല്ലാം മേഖലകളിൽ കൂടുതൽ ഡോക്ടേഴ്സ് ഉണ്ടോ അവിടെയൊക്കെ കൂടുതൽ മരണം ഉണ്ടായി. നേരെ തിരിച്ചല്ല അവര് പറഞ്ഞത്. ഡോക്ടേഴ്സിന് ആ ഭാഗത്തേക്ക് എത്തിച്ചേരണം, കാരണം അവിടെ എമർജൻസി ആണ്, അവിടെ അത്യാവശ്യമായിരുന്നു. അതാണ് അവിടെ കുറെ ഡോക്ടേഴ്സിന് വേണ്ടി. അപ്പൊ അവിടെ കൂടുതൽ മരണം സംഭവിക്കാനുള്ള കാര്യം എന്തിരിക്കുന്നു? ഡോക്ടേഴ്സ് അവിടെ ചെന്നത് കൊണ്ടാണ്. അങ്ങനെയും വേണമെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യാം. അപ്പൊ എന്തുകൊണ്ടാണ് രാജ്യത്തിൽ ഇനീക്വാലിറ്റി കൂടിയത്? വളർച്ച കൂടിയിട്ടാണ്, ഈ ഡെവലപ്മെന്റ് കൂടിയിട്ടാണ്. പക്ഷെ എല്ലാ രാജ്യത്തിന്റെയും ലക്ഷ്യം ഗ്രോത്ത് വിത്ത് ജസ്റ്റിസ് ആണെങ്കിൽ പോലും ആസ് the economy developed, growth as the economy started growing or as the economy developed, then there was also an increase in inequality also. Then conversely ഇതെല്ലാം നിങ്ങൾക്ക് അറിയാം നമ്മൾ ഈ ഓക്കെ. ഇനി അടുത്തത് സോഷ്യൽ ഡൈമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ്. ഇവിടെ എന്താണ് സോഷ്യൽ ഡൈമെൻഷൻസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ക് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത്. ഇതാണ് സോഷ്യൽ ഡൈമെൻഷൻ. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് മറ്റ് ഡെവലപ്പിംഗ് രാജ്യങ്ങളുടെ സ്റ്റാൻഡേർഡായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുക. ദാറ്റ് ഈസ് ഓൾ. ഈ ചാപ്റ്റർ എല്ലാം പറഞ്ഞത് കമ്പാരിസൺ ആണ്, ഇന്റർനാഷണൽ കമ്പാരിസൺ ആണ്. നമുക്കറിയാം limitations of academic as a measure of development. There has been an effort to expand the domain of development. അപ്പോൾ എന്താണ് സോഷ്യൽ ഡൈമെൻഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? സോഷ്യൽ ഡൈമെൻഷൻസ് it means dimensions like education and health. In the last 2 decades, there has been a growing attention paid to the education and even health dimensions of development. In the KCR, മനസ്സിലായോ? KCR നമ്മുടെ അയൽ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം പറയുന്നത് വിദ്യാഭ്യാസത്തിന് ചെലവാക്കുന്നത് ഇതൊരു ആസ്തിയാണ്. ഇന്ന് ഹിന്ദുവിൽ ആദ്യത്തെ 3 പേജും ആ സംസ്ഥാനത്തിന്റെ നേട്ടങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത്ര അഡ്വർടൈസ്മെന്റ് ആണ്. ഓൾ ഇന്ത്യ എഡീഷന് കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റ് ആണ്. എന്തുമാത്രം പൈസ അഡ്വർടൈസ്മെന്റ് പോകുന്നു. അപ്പൊ എഡ്യൂക്കേഷനിൽ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് നോക്കുക. This is an investment. This is my investment. The returns will be enjoyed only in the future. മനസ്സിലായോ? അതുപോലെ ഹെൽത്ത്, ചൈൽഡ് എന്താണ് മറ്റേണൽ കെയർ, ചൈൽഡ് കെയർ, ഹെൽത്ത് കെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൈസ ചെലവാക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റിട്ടേൺ കിട്ടിയില്ല എങ്കിലും നമ്മൾക്ക് ധാരാളമായിട്ട് നമ്മൾക്ക് ഇൻ ഫ്യൂച്ചർ വൈ ഇന്ത്യ ഈസ് നൗ ദ ഹബ് ഓഫ് ദ ലേബർ സപ്ലൈ. നമ്മൾ പറഞ്ഞേ the demographic dividend, the younger population, 70% of the population below 30 years, 35 years. ഇവരെല്ലാം പൈസ ആവും. സ്ട്രൈക്ക് when the iron is hot. അയൺ നല്ല ചൂടായിരിക്കുന്ന സമയത്ത് അടിച്ചാൽ അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കൂടി അത് വരുള്ളൂ. അല്ലാണ്ട് ഇവരെല്ലാം നോക്കി അൺഎംപ്ലോയ്മെന്റ് ആയിട്ട് ഇവരെല്ലാം അങ്ങാടി ഇങ്ങോട്ട് തരാൻ നടന്നിട്ടുണ്ടെങ്കിൽ these people will become old one day and it becomes a burden of the government to look after these elderly people. But the problem of elderly also will come.
Okay, health. This is mainly owing to the realization that improvements in education and health status are of prime importance in increasing the capabilities of people. അവർക്ക് അവരുടെ ലൈഫ് സ്റ്റാൻഡേർഡ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ മനസ്സിലായോ, അവർക്ക് ഹെൽത്ത് വേണം. ഹെൽത്ത് ഈസ് വെൽത്ത്. ഒരിക്കലും മറക്കരുത്, ഹെൽത്ത് ഈസ് വെൽത്ത്. എ ഹെൽത്തി ചൈൽഡ് ഈസ് എ വെൽത്തി ചൈൽഡ്. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് നമുക്കറിയാം. പ്രൈമറി സെക്ടറിലും പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡറി എഡ്യൂക്കേഷൻ, ടേഴ്സറി എഡ്യൂക്കേഷൻ, ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്താണ് മറ്റ് രാജ്യങ്ങളായിട്ട് വേൾഡ് ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ ദേ ഹാവ് ടേക്കൺ എന്താണ് ലേണിംഗ് പോവർട്ടി ഈസ് കൺസെപ്റ്റ് എടുത്തിട്ടുണ്ട്. എന്താണ് ഇറ്റ് ഈസ് ബീങ് ഏബിൾ ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് എ ഷോർട്ട് ഏജ് അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് ബൈ ഏജ് 10. 10 വയസ്സ് എത്താവുമ്പോൾ 10 വയസ്സ് എത്തുന്നതിന് മുമ്പ് എന്താണ് ദേ ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് എ ഷോർട്ട് and age appropriated test by about below the 10 years of old. ഇതാണ് നമ്മൾ പറഞ്ഞത് അഡൽട്ട് ലിറ്ററസി റേഷ്യോ. ഇന്ത്യയിലൊക്കെ വളരെ കൂടുതൽ. ഇന്ത്യയിൽ 74%, പാകിസ്ഥാൻ 59%, നേപ്പാളിൽ 68%. നേരെ മറിച്ച് കണ്ടോ ബ്രസീൽ, ബ്രിക്സ് കൺട്രീസിൽ 93%, ചൈനയിൽ 97%. സോഫാർ മനസ്സിലായോ? അപ്പൊ വി നീഡ് നോട്ട് ആക്ച്വലി ബോസ്റ്റ്. ഇഷ്ടംപോലെ നേട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ വി സ്റ്റാർട്ടഡ് ഫ്രം ദ സ്ക്രാച്ചസ് and within a short span we have been able to achieve marvelous achievement. അത് നമ്മൾ മറക്കരുത്. ഇത് കണ്ട, ഇതെല്ലാം ഇതിന്റെ കമ്പാരിസൺസ് ആണ്. USA ഇതായിട്ടൊക്കെ ഹെൽത്ത് സ്റ്റാൻഡേർഡിൽ നമുക്കറിയാമല്ല. ഹെൽത്ത് സ്റ്റാൻഡേർഡിൽ എന്താണ് the condition of health of the people is important. Likewise, mere high years of life expectancy also may not reflect the other aspects of. മനസ്സിലായോ? ഒരു രാജ്യത്തിൽ ആളുകൾ കൂടുതൽ വയസ്സാവുന്നവരെ ജീവിക്കുന്ന വെച്ചുകൊണ്ട് ഹെൽത്തി ആവണമെന്നില്ല. ഫോർ ഇൻസ്റ്റൻസ് ഫീമെയിൽ, ഇവിടെ ഇന്ത്യയിൽ ഫീമെയിൽ ലൈഫ് എക്സ്പെക്ടൻസി ഈസ് ഓൾമോസ്റ്റ് ഇറ്റ് ഈസ് വെരി ഹൈ ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ കൺട്രീസ് ദാൻ ദ മെയിൽ പോപ്പുലേഷൻ. അതിൻ്റെ അർത്ഥം എല്ലാ ഫീമെയിൽ പോപ്പുലേഷനും വളരെ ഹെൽത്തി ആണെന്നാണോ? മനസ്സിലായോ? അപ്പൊ ലൈഫ് എക്സ്പെക്ടൻസി വെച്ച് നോക്കിയിട്ട് ഒരു രാജ്യത്തിന്റെ ഹെൽത്ത് സ്റ്റാറ്റസ് നമുക്ക് മെഷർ ചെയ്യാൻ സാധിക്കൂല. പറഞ്ഞ മനസ്സിലായില്ലേ? കാരണം അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ആണുങ്ങളെക്കാട്ടും കൂടുതൽ വർഷം ജീവിക്കുന്നത് പെണ്ണുങ്ങളാണ്. ബട്ട് ഡു യു തിങ്ക് ദാറ്റ് ദ വിമൻ ഫോക്ക് ഈസ് മോർ ഹെൽത്തി ദാൻ ദ മെൻ? അപ്പൊ അതൊരു ക്രൈറ്റീരിയ ആയിട്ട് എടുക്കാൻ പാടില്ല. കണ്ടീഷൻ അണ്ടർ ദ ഇറ്റ് ഈസ് ദെയർഫോർ നെസസറി ടു കൺസിഡർ റേഞ്ച് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്ത്. മനസ്സിലായോ? എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഹെൽത്ത്? 12ാമത്തെ പോയിന്റ് 4 പേജില് ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് ഇന്ത്യ 69 ഇത് ഇറ്റ് ഈസ് ലെസ് ദാൻ ബംഗ്ലാദേശ് 72, നേപ്പാളിൽ 70. മനസ്സിലായോ? ലൈഫ് എക്സ്പെക്ടൻസി, ഇന്ത്യ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ്, ഇതെല്ലാം നമ്മൾ ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി അത് മറ്റ് രാജ്യങ്ങളായിട്ട് ചൈനയായിട്ടൊക്കെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണേ. ദെൻ കോമ്പോസിഷൻ ഇൻഡൈസസ് ഓഫ് ഡെവലപ്മെന്റ് ഏതൊക്കെയാണ്? ഒന്ന് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് നോക്കുക. എന്തൊക്കെയാണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്? ലോഞ്ചിറ്റ്യൂഡ് മെഷേർഡ് ബൈ ദ ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് ബർത്ത്. അതേപോലെ തന്നെ നോളജ് മെഷേർഡ് ബൈ ലിറ്ററസി, റിസോഴ്സസ് ആൻഡ് ഡീസെന്റ് ലിവിംഗ് റെപ്രസെന്റഡ് ബൈ ദ പെർ ക്യാപിറ്റ ഇൻകം. ഇതാണ് ഹ്യൂമൻ ഇൻഡെക്സ്. ആൻഡ് വി കമ്പയർ വിത്ത് ദ അതർ കൺട്രീസ്. കണ്ട, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അടുത്തത് സോഷ്യൽ പ്രോഗ്രസ് ഇൻഡെക്സ്. വി കമ്പയർ വിത്ത് ദ അതർ ഡെവലപ്ഡ് കൺട്രീസ്. ദെൻ വേൾഡ് ഹാപ്പിനെസ്. എന്താണ് വേൾഡ് ഹാപ്പിനെസ് മീൻസ്? It invited member countries to measure the happiness of their people and use this help to guide their public policies. Following this, OECD countries and OECD Organization of Economic Cooperation and Development came out with the guidelines for measurement. Our guidance at World Happiness Report was brought out in 2020. അതിനകത്ത് എന്താണ് അവർ പറയുന്നത്? കറപ്ഷൻ ഉണ്ടാകരുത്. മനസ്സിലായോ? ജനറോസിറ്റി ഉണ്ടാകണം. ജനറോസിറ്റി മീൻസ് കൂടുതൽ സഹായിക്കാനുള്ള മനോഭാവം ഉണ്ടായിരിക്കണം. പിന്നെ ജനറോസിറ്റി, കൂടുതൽ സമയം ജീവിക്കണം, ലൈഫ് എക്സ്പീരിയൻസ്, സെൻസ് ഓഫ് ഫ്രീഡം, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇതായിരിക്കണം ഒരു വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് വരാൻ പോകുന്നത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വിൽ സീ ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ഐ തിങ്ക് ഐ വിൽ ഹാവ് എ 1 week leave. Then I will come for the next class. Thank you very much.